ഇന്ന് 5 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ശരത് ലാൽ ആണ് ഹാരം അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്കറിയാം കുറേ ഹാരം പെൻഡിങ് ആണ്. അപ്പം ദിവസം 2 എണ്ണം 3 എണ്ണം വെച്ചിട്ടാണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഇട്ടിരിക്കുന്നത് രാവിലെ ശരത് ലാലിൻ്റെ ഇട്ടു. എനിക്ക് വർക്കുള്ളത് കാരണം ഞാനത് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആരുടെ ഹാരവും നമ്മൾ ഫോട്ടോ എന്താ പറയുക അണിയുമ്പം അണിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫോട്ടോ ഇല്ലെങ്കിൽ ലൈവില് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ തുളസി കൊണ്ടുള്ള ഹാരം 1 2 3 പേര് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അത് ഇട്ടിട്ടില്ല. കാരണം തുളസി കൊണ്ടുള്ള ഹാരം ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചൊല്ലിക്കോളൂ, പ്രശ്നമില്ല, നാവനക്കാതെ ചൊല്ലു. അപ്പം തുളസി കൊണ്ടുള്ള ഹാരം നമുക്ക് ഇവിടെ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. 3 ഹാരമുണ്ട് 3 പേര് പറഞ്ഞത്. ഞാനിത് മുമ്പും ലൈവിൽ പറഞ്ഞിരുന്നു, തുളസി കൊണ്ടുള്ള 3 ഹാരം. പിന്നെ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ചൈതന്യ തിരുവാതിര ജാനുവരി 11 ഹാരമാണ്. അപ്പൊ വിട്ടുപോയവരുടെ ഒക്കെ ഇങ്ങനെ വരും, എപ്പോഴും എന്ന് ചോദിക്കണ്ട, ഇട്ടോളും. ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ ലൈവിലായിട്ട് നിങ്ങൾക്ക് വരും. ഫോട്ടോ ഇടാതെ ലൈവ് ഇടാതെ ആരുടെ ഹാരവും ഇടില്ല. ഹാരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ ലൈവ്, അത് ഉറപ്പാണ്. അന്നദാനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലൈവ് ഇടാതെ ലൈവ് ഇടാതെ അന്നദാനം ചെയ്യില്ല. ലൈവ് ഇട്ടിട്ടേ അന്നദാനം ചെയ്യൂ. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഇത് എല്ലാ ദിവസവും ലൈവിൽ പറയുന്ന കാര്യമാണ്. വീണ്ടും അതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. റിപ്പീറ്റ്. പിന്നെ മെസ്സേജിന്റെ കാര്യം, കുറേ മെസ്സേജ് ഉണ്ട്. ഏകദേശം ഒരു 2000-ന്റെ അടുത്തോളം മെസ്സേജ് ഉണ്ട്. ഫോൺ നല്ല ഹാങ് ആണ് മഞ്ജരീസിന്റെ. അപ്പൊ കഴിയുന്നതും എല്ലാവരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളെല്ലാം അവോയ്ഡ് ചെയ്യണം. ആരും മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ദയവായി എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പിക്ചർ മെസ്സേജ് വീഡിയോ മെസ്സേജുകളൊന്നും അയക്കരുത്. ഇതൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം ഫോണിന് ബാക്കപ്പ് വളരെ കുറവാണ്. അപ്പം ഒരു കാരണവശാലും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഇടാതെ ശ്രദ്ധിക്കുക. കാരണം അതുള്ളത് കൊണ്ട് എനിക്ക് ഫോൺ ഹാങ് ആയി പോകുന്നു. അപ്പൊ എനിക്ക് മെസ്സേജുകൾ നോക്കാൻ പറ്റാതെ പോവാണ്. അപ്പം അതുകൊണ്ട് ദയവായി മഞ്ജരീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മഞ്ജരീസിന്റെ നമ്പർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ച് മെസ്സേജുകൾ നോക്കി വരികയാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇരുന്നിട്ട് കുറേ മെസ്സേജുകൾ നോക്കാന്ന് പറയുമ്പോൾ അത് നടക്കാത്ത കാര്യമാണ്. കാരണം അങ്ങനെ ഇരുന്ന് നോക്കാൻ കഴിയില്ല. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെറിയ ഓഡിയോസ് ഇടാൻ ശ്രമിക്കുക. വലിയ ഓഡിയോസ് എല്ലാം അവോയ്ഡ് ചെയ്യാം. ചെറിയ ഓഡിയോസ് ആയിട്ട് ഇട്ട് തന്നാൽ എനിക്കും അത് കേൾക്കാൻ കുറച്ച് സമയം മതി, കണ്ടന്റ് മാത്രം മതി. പിന്നെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണ്ട. ഒരു മെസ്സേജ് നിങ്ങൾ ഇട്ടാൽ അത് അവിടെ കിടന്നോട്ടെ, ഞാനത് സമയം പോലെ നോക്കിക്കോളും. വീണ്ടും അതേ മെസ്സേജ് ഇടണ്ട കേട്ടോ. അതേ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ 1 അതിന്റെ ബാക്കപ്പ് നഷ്ടപ്പെടും, 2 എത്ര മെസ്സേജ് ഇട്ടാലും അത് നോക്കുന്ന സമയത്തേ നോക്കാൻ പറ്റൂ. അതുകൊണ്ട് ദയവായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ആരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ്, പിക്ചർ മെസ്സേജുകൾ, വീഡിയോ മെസ്സേജുകൾ അയക്കാതിരിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ നമ്പർ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പുള്ള നമ്പർ യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. മാത്രമല്ല എനിക്ക് ചാനലിൽ നിന്നൊക്കെ മെസ്സേജ് വരുന്ന നമ്പറാണ്. അപ്പൊ നിങ്ങൾ അതിലേക്ക് അയക്കുന്ന സമയത്ത് എനിക്ക് ഇതും കൂടെ ബുദ്ധിമുട്ടായി പോവാണ്. അപ്പൊ മഞ്ജരീസിന്റെ നമ്പർ മാത്രം എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. അല്ലാതെ ഇടാതെ മറ്റ് നിങ്ങളുടെ ഗ്രൂപ്പുള്ള നമ്പറിലേക്ക് മെസ്സേജ് ഇടാതിരിക്കുക. അപ്പൊ എനിക്ക് എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളും എനിക്കതിൽ മിസ്സായി പോവാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇടുന്നതെന്ന്. പക്ഷെ അതിന്റെ ഒരു സാഹചര്യം ഇങ്ങനെയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കുറെ ദിവസമായി നമ്മള് മഹാഭാരതം കഥ കേട്ടിട്ട് ഇന്നിപ്പോ മഹാഭാരതം എടുക്കാം. മിനിമം എങ്ങനെയെങ്കിലും ദിവസത്തിൽ 1 ക്ലാസ് എങ്കിലും എന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ ചവിട്ടി പിടിക്കുന്നത്. അല്ലാണ്ട് രക്ഷയില്ല. ഒട്ടും ക്ലാസ് ഇല്ല ഞാൻ പറ്റൂലല്ലോ അല്ലേ. പിന്നെ ഞാൻ ഷെയറിങ് നോക്കി, ക്ലാസ്സിന്റെ വളരെ കുറവാണ്. അതെനിക്ക് നന്നായിട്ടൊരു വിഷമമുണ്ട്. ഇത്രയും ഓട്ടത്തിന്റെ ഇടയിലും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ മറക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി വന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഷെയറിങ് കുറയുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഷെയർ ചെയ്തുതരാം, ക്ലാസ് മാക്സിമം ഷെയർ ചെയ്തുതരാം. എത്രത്തോളം ആളുകളിലേക്ക് നമ്മുടെ മഞ്ജരീസിന്റെ കഥകളും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും അത്രത്തോളം എത്തിക്കുക. ഓക്കെ സതിമതജി, ഒന്നും പ്രശ്നമില്ല. പിന്നെ മഹാഭാരതം എവിടം വരെ പഠിച്ചു എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ചെറിയൊരു ഒറ്റ ലൈനിലൊന്ന് പെട്ടെന്ന് മെസ്സേജ് ഇട്ടരൂ. മഹാഭാരതം എവിടം വരെ പഠിച്ചു എന്നുള്ളത്. എവിടം വരെയാണ് ഹരികൃഷ്ണ സന്തോഷേട്ട, എവിടം വരെ പഠിച്ചു മഹാഭാരതം? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. ആരും ഓർക്കുന്നില്ല. മഹാഭാരതം എവിടെയാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന്? സൗപ്തിക പർവം കറക്റ്റ് ആണ്. ദുര്യോധനന്റെ ആഗമനമല്ലല്ലോ. ദുര്യോധനൻ ഇങ്ങനെ
മരിക്കാൻ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ, അതല്ലേ നമ്മൾ പഠിച്ചത്? ഓർക്കണ്ട? ദുര്യോധനൻ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. ഇനി ദുര്യോധനന്റെ സമീപത്തിൽ എന്ന് പറയുന്ന സൗപ്തിക പർവ്വത്തിലെ ദുര്യോധന സമീപത്തിൽ എന്ന് പറയുന്ന അധ്യായത്തിലേക്കാണ് പോണത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതിന്റെ ഇടയ്ക്ക് മറ്റ് വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒന്നും ഇടാതിരിക്കുക കമന്റ്സിൽ. എന്റെ ശ്രദ്ധയും പോവും, നിങ്ങളുടെ ശ്രദ്ധയും പോവും. ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ഇട്ട് വെക്കുക വാട്സാപ്പിൽ. ക്ലാസ്സിന്റെ ഇടയ്ക്ക് മറ്റു മെസ്സേജുകളൊന്നും ഇടരുത് കേട്ടോ. ഹരേ കൃഷ്ണ എന്നിട്ടോളൂ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ടോളൂ. അതർവൈസ് വീട്ടുവിശേഷങ്ങൾ, മറ്റ് ഫ്രണ്ട്ലി വിശേഷങ്ങൾ, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ദുര്യോധന സമീപത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അങ്ങനെ പാണ്ഡവ ശിബിരത്തിൽ, പാണ്ഡവന്മാരുടെ സ്ഥലത്ത് കൂട്ടക്കൊലൊക്കെ നടത്തിയ ശേഷം 3 പേരും കൂടെ പോയത് എവിടേക്കാണ്? ദുര്യോധനന്റെ അടുത്തേക്കാണ്. ഈ 3 പേര് ആരാണെന്ന് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? അയച്ച് ടൈപ്പ് ചെയ്തിടൂ. പറയൂ, ആരാണ് ഈ 3 പേര്? ആർക്കൊക്കെ ഓർമ്മയുണ്ട് ഈ 3 പേര് ആരാണെന്ന്? കൃപൻ, ദ്രൗണി, അശ്വത്ഥാമാവ് ഒക്കെ മറന്നു. ശരി, ഓക്കെ, കുഴപ്പമില്ല. എന്റെയും മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ഞാനും എടുക്കാൻ കുറെ വൈകിപ്പോയി അല്ലെ. അങ്ങനെ 3 പേരും കൂടെ ദുര്യോധനന്റെ സമീപത്തേക്ക് പോയി. എന്നിട്ടോ അപ്പോഴും ദുര്യോധനൻ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. കാരണം എന്താണ്? ദുര്യോധനന്റെ അഹങ്കാരമാണ്. വല്ലാത്ത അഹങ്കാരമായിരുന്നു ദുര്യോധനന് അല്ലെ. സ്ഥാനമാനങ്ങൾക്കും സ്വത്തിനും പണത്തിനും പേരിനും പ്രശസ്തിക്കും രാജ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ദുര്യോധനൻ കിടന്നിട്ട് അങ്ങ് അഹങ്കരിച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പോ ദുര്യോധനൻ അനുഭവിക്കുന്നത്. അപ്പൊ രാജാവ് കിടക്കുന്നത് കണ്ടപ്പോഴേക്കും ഈ 3 പേർക്കും വല്ലാത്ത സങ്കടമായി. കാരണം എന്തോ വലിയൊരു സംഭവ ബഹുലമായ രീതിയിലായിരുന്നു ദുര്യോധനന്റെ പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ. കുറെ ആൾക്കാർ കൂടെയുണ്ട്. ദുര്യോധനൻ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്തും കൃതവർമാവ്, അശ്വത്ഥാമാവ്, കറക്റ്റ്, കൃപർ. അപ്പം അങ്ങനെയുള്ള ഒരു അഹങ്കാരം ദുര്യോധനന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു അഹങ്കാരമാണ് ഇന്ന് ദുര്യോധനനെ മരണത്തോട് മല്ലടിപ്പിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം വിഷമിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വത്ഥാമാവാണ്. അദ്ദേഹം എന്ത് ചെയ്തു? പഴയ കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇങ്ങനെയൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്ക് യുദ്ധമൊക്കെ പിൻവലിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ്. ബിന്ദുമ്മ ഇവിടെ വന്നേ, വാതുക്കലിരുന്ന് ഉറങ്ങാനല്ലേ? ഇവിടെ ഇരിക്കേ, ഇവിടെ മതി, അങ്ങോട്ട് എടുത്തോ. അപ്പൊ അശ്വത്ഥാമാവ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങി. 11 അക്ഷൗണികളുടെ നാഥനും രാജാതിരാജനുമായിരിക്കുന്ന ദുര്യോധനന്റെ സ്ഥിതി ഇതാണല്ലോ. അശ്വത്ഥാമാവ് പറയാണ്, ഇത്രയും ആൾക്കാരുണ്ടായിട്ടും സ്ഥിതി ഇതാണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പിൻബലമോ നമ്മുടെ ധനമോ നമ്മൾ സമ്പാദിച്ച സ്വത്തോ നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല നമുക്ക് അടിസ്ഥാനമായി സപ്പോർട്ട് നൽകുന്നത്. എന്താണ് സപ്പോർട്ട് നൽകുക? ഭഗവാൻ നൽകുന്ന കാരുണ്യം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഭക്തി, ഇത് മാത്രമായിരിക്കും നമുക്ക് ജീവിതത്തിൽ കൂട്ടായിട്ടുണ്ടാവുക. ഇതാണ് നമ്മൾ മഹാഭാരതത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ദുര്യോധനന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. എത്ര പണം സമ്പാദിച്ചു വെച്ചാലും, എത്ര സ്വത്ത് സമ്പാദിച്ചു വെച്ചാലും, എത്ര മക്കളുണ്ടായാലും, എത്ര കുടുംബബലം ഉണ്ടായാലും കാര്യമില്ല. ഇതൊന്നുമല്ല നമുക്ക് രക്ഷയായി നിൽക്കുന്നത്. നമുക്ക് രക്ഷയായി നിൽക്കുന്നത് സാക്ഷാൽ കമന്റ്സ് വിട്ടേക്കൂ. കമന്റ്സ് അല്ലല്ലോ സൈന ചേച്ചി നോക്കുന്നത്, ക്ലാസ് അല്ലേ. ക്ലാസ് കേൾക്കൂ, കമന്റ്സ് വിടൂ. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് സൈന ചേച്ചി കമന്റ്സ് ഇടണ്ട, കുഴപ്പമില്ല. അല്ല, സൈന ചേച്ചി ഇടുന്ന കമന്റ്സ് എനിക്കിവിടെ കാണാം. അപ്പോ നമ്മളുടെ പേരോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നമുക്ക് തുണയായിരിക്കുന്നത്. എപ്പോഴും എന്താണ്? ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. ആ ഒരു കാരുണ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പോകുന്ന വഴികള്, നമ്മുടെ ജീവിതയാത്രകള്, ചിലപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഭഗവാനോട് അടുക്കുന്നുണ്ട്, നമ്മളിങ്ങനെ എത്രത്തോളം അടുക്കും തോറും ചിലപ്പോൾ നമുക്ക് ഇന്നലത്തെ ക്ലാസ് പറഞ്ഞ പോലെ നഷ്ടങ്ങൾ ഏറെ ഉണ്ടാവും. അതൊന്നും നോക്കണ്ട. നമ്മുടെ സ്ഥാനമാനങ്ങളും പണവും നമ്മൾ ഉണ്ടാക്കിയ പ്രശസ്തി, പേര്, അതൊന്നും നമുക്ക് ഒരിക്കലും തുണയായിട്ടുണ്ടാവില്ല.
അതൊക്കെ നമ്മുടെ മൂഢമായ ചിന്താഗതിയാണ്. പണം കൊണ്ട് എന്തും നടക്കും, എന്റെ പേര് കൊണ്ട് എന്തും നടക്കും, എന്റെ സ്ഥാനം കൊണ്ട് എന്തും നടക്കും, അതുകൊണ്ടൊന്നും നടക്കില്ല, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ 1000 പേരുണ്ടായാലും ശരി, 10,000 പേരുണ്ടായാലും ശരി, 1,00,000 പേരുണ്ടായാലും ശരി, നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മളോട് എതിർത്ത് നിന്നാലും ആ ഭഗവാൻ മതി നമ്മളെ രക്ഷിക്കാൻ. എത്ര ദുഃഖങ്ങൾ ഉണ്ടായാലും ശരി, ആര് നമ്മളെ ദുഃഖിപ്പിച്ചാലും ശരി, വേദനിപ്പിച്ചാലും ശരി, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടോ നമുക്കിതൊന്നും ഏൽക്കൂല. നമ്മുടെ കണ്ണിന്റെ വരാനുള്ളത് കണ്ണിന്റെ പുരികത്താക്കിയിട്ട് അങ്ങോട്ട് കളയും ഭഗവാൻ. അതാണ് ഭഗവാന്റെ ഒരു രീതി. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ ആ കാഠിന്യം ഭഗവാൻ കുറച്ചു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ദുര്യോധനന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്ഥാമാവ് പറയുന്നു, എത്ര അക്ഷൗഹിണി സംഘങ്ങൾ ഉണ്ടായിരുന്നു, എത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു, രാജാതി രാജനായിരുന്നില്ലേ, ആ ദുര്യോധനന്റെ അവസ്ഥ ഇതല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്? അശ്വത്ഥാമാവ് ചോദിക്കുന്നത്. ബലഭദ്ര ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഈ രാജാവിനെ അധാർമികമായി വീഴ്ത്തിയ ഭീമൻ എന്തൊരു ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത്. അശ്വത്ഥാമാവ് ചോദിക്കുകയാണ്, ഭീമനല്ലേ ഈ ചെയ്തു കൂട്ടിയത്? ഇത് ക്രൂരതയല്ലേ ഭീമൻ ചെയ്തത്? ഒരിക്കലും ദുര്യോധനനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആര് പറയാണ്? അശ്വത്ഥാമാവ് പറയാണ്. കലോഹി ദുരധ്യയ എന്ന് പറയുന്നത് എത്ര സത്യമാണെന്നാണ് അശ്വത്ഥാമാവ് ചോദിക്കുന്നത്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ രാജാവിന് ഇങ്ങനൊരു ഗതി വന്നില്ലേ? അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കണം, ആരുണ്ടായാലും ശരി ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ അതോ ഗതിയാണ്. മനസ്സിലായില്ലേ? ചിലപ്പോ എല്ലാവരും, ഞാൻ അടക്കമുള്ളൊരു വിഷമിക്കും, ഭഗവാനെ ഞാൻ എത്ര സ്നേഹിച്ചത് അവരെന്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അവരെന്നെ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ അവരെ വിട്ടുപോയി. അതിലൊന്നും നമ്മൾ ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട. ഭഗവാനെ മാത്രം നമ്മൾ മുറുകെ പിടിക്കുക. ഭഗവാനെ മുറുകെ പിടിച്ചോ സർവ്വതും നമ്മുടെ കൂടെ ഉണ്ടാവും. ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലേ ഒന്നും നമുക്കില്ല. അത്രയാണ് ചിന്തിക്കേണ്ടത്. കണ്ണുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ കഥ? അതേപോലെയാണ് ഭഗവാൻ കൂടെ ഇല്ലെങ്കിലുള്ള നമ്മുടെ അവസ്ഥ. ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ എല്ലാം ഉണ്ട്, നമുക്ക് മനസമാധാനം കിട്ടൂല, ഒന്നിനും സ്ഥിരത ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതെ, കണ്ണൻ കൂടെ ഉണ്ടെങ്കിൽ കണ്ണ് പോലും വേണ്ട. സത്യമാണത്. ഭഗവാൻ വഴി നടത്തും നമ്മളെ. അത് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്ന പോലെയല്ല, ഫീൽ ചെയ്യണം. നമ്മൾ ശരിക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ഏതൊരവസ്ഥയിൽ പോയാലും ശരി, ഭഗവാൻ നമുക്ക് അതിന് വേണ്ട ഒരു സാഹചര്യമാക്കി തരും. നമ്മൾ എങ്ങനെ ഇതായാലും ശരി, ഭഗവാൻ നമ്മളെ കൈവിടൂല. അദ്ദേഹം നമ്മളെ കൈ മുറുകെ പിടിക്കും. എന്തവസ്ഥയിലും മുറുകെ പിടിക്കും. കൃഷ്ണ 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 എന്ന് നിരന്തരം വിളിക്കുന്ന നാവ്, ഒരാപത്ത് വരുമ്പം നമ്മൾ വിളിച്ചില്ലെങ്കിലും കൃഷ്ണൻ വരും. അതാണ് കൃഷ്ണന്റെ രീതി. അയ്യോ എന്റെ ഭക്തൻ വേദനിക്കരുത്, അല്ലെങ്കിൽ എന്റെ ഭക്ത വേദനിക്കുന്നു എന്നുള്ള ആ സാഹചര്യത്തിൽ ഭഗവാൻ വരും. പിന്നെയും നമ്മൾ വിചാരിക്കും എന്തെങ്കിലും പ്രശ്നം വരുമ്പോ, ഈശ്വര ഞാൻ ഇത്രയും വിളിച്ച് ഭഗവാൻ കേട്ടില്ലേ? അത് നമ്മളെ കണ്ണിലും നമ്മുടെ ജീവിതത്തിലുമാണ് അത് വലിയ പ്രശ്നമായി തോന്നുന്നത്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ഭഗവാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു അമ്മയാവണം. നമുക്ക് വെറുതെ അമ്മയാവാൻ പറ്റുമോ? ഒരുപാട് വേദന സഹിച്ച് 10 മാസം നമ്മൾ ഛർദിച്ചും അങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല, കഴിക്കാനും പറ്റില്ല, കഴിക്കാൻ തോന്നും, വിശക്കും, എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൂട്ടും അല്ലെ? എന്നിട്ട് ആ ലേബർ റൂം കയറി കഴിഞ്ഞാൽ പ്രസവം നടക്കുമെന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല, വേദനയും സഹിക്കാൻ പറ്റുന്നില്ല, അവസാനം സിസേറിയൻ ആയാൽ അത് അതിലും ഗതികേട്. ഇങ്ങനെല്ലാം സഹിച്ചിട്ട് അവസാനം നമുക്ക് എന്തായി? ആ വേദനകൾക്കൊടുവിൽ നമ്മൾ ചിരിക്കും, നമുക്കൊരു മകൻ. എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാല് ആ കുട്ടിയുടെ പ്രായം എത്തുമ്പോ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോ നമ്മൾ ആലോചിക്കണം, ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുമെന്ന്. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ കടമകൾ നമ്മൾ ചെയ്തു തീർക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ ഉണ്ടെങ്കിലോ ആ കുഞ്ഞു പോലും നമ്മളെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കൈ പിടിക്കാൻ ആരെങ്കിലും വരും. നമ്മൾ ജന്മം നൽകാത്ത മക്കൾ വരും നമ്മുടെ കൈ പിടിക്കാൻ. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം അവരെന്നെ നമ്മളെ നോക്കണം എന്നൊന്നുമില്ല. നമ്മൾ ജന്മം കൊടുക്കാത്ത മക്കൾ വന്ന് നമ്മുടെ കൈ പിടിക്കും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ആണൊരുത്തനെ ഞാൻ ജന്മം നൽകിയത് എന്റെ പട്ടടയ്ക്ക് തീ വെക്കാനാണ്. പക്ഷെ ആ ആണൊരുത്തനായിരിക്കില്ല നമ്മുടെ പട്ടടയ്ക്ക് തീ വെക്കുന്നത്. അങ്ങനെയും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയല്ല നമ്മുടെ ജീവിതം പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും സംഭവ ബഹുലമായ രീതിയിൽ പാണ്ഡവര് കാട്ടിന്റെ അകത്ത് കിടന്ന് ഗതികെട്ട കാലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ ദുര്യോധനനെ എങ്ങനെ ആർത്ത് വിളിച്ച് അഹങ്കരിച്ച് രാജകൊട്ടാരത്തിൽ ഇരുന്നതാ.
ആ ദുര്യോധനന്റെ ഗതി നോക്കണം. ഇന്ന് മരണത്തിന് പോലും വേണ്ടാണ്ട് കിടക്കുകയാണ്. ഇപ്പൊ ദുര്യോധനന്റെ കൂടെയുള്ള അക്ഷൗഹിണി സംഘങ്ങൾ എവിടെ പോയി? രാജാതിരാജന്മാരെവിടെ പോയി? സമ്പത്തും സ്വത്തും സ്വന്തം അച്ഛനും അമ്മയും എവിടെ പോയി? സഹോദരങ്ങൾ എവിടെ പോയി? ദുര്യോധനൻ സമ്പാദിച്ച പേരെവിടെ പോയി? ദുര്യോധനൻ വിശ്വസിച്ച ആളുകൾ എവിടെ പോയി? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ഭഗവാൻ അന്ന് വന്നിട്ട്, ദുര്യോധന ഈ യുദ്ധം വേണ്ടടാ, വിട്ടേക്ക്, നീ കൊടുക്കാനുള്ളത് അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്ക്, അവരെ പാട്ടിന് ജീവിക്കട്ടെ, നീ നിന്റെ പാട്ടിന് ജീവിക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞ ഉപദേശം ദുര്യോധനൻ കേട്ടിരുന്നെങ്കിൽ ദുര്യോധനൻ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. അതാണ് വാസ്തവം, അല്ലെ? അവിടെ ഭഗവാന്റെ വാക്ക് ദുര്യോധനൻ തള്ളിക്കളഞ്ഞതാണ് ദുര്യോധനൻ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ മദ്യപാനികളായ ആൾക്കാരുണ്ടാവും. മദ്യപിക്കല്ലേ 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 എന്ന് ഭർത്താക്കന്മാരെ കയ്യും കാലും പിടിച്ച് ഭാര്യമാര് പറയും. എന്നാ കേൾക്കാതെ അഹങ്കരിച്ച്, നിന്റെ കുടുംബത്തുനിന്ന് കൊണ്ടുവന്നിട്ടല്ലോ ഞാൻ കുടിക്കണേന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച് അങ്ങോട്ട് ഒരു കുടിയുണ്ട്. അവസാനം ഹോസ്പിറ്റലില് മേലോട്ട് അട്ടം നോക്കി കിടക്കുമ്പോ വയറും വീർത്ത്, എന്താ പറയാ, ലിവറും പോയി, എല്ലാം പോയി കിടക്കുന്ന സമയത്ത് ചിന്തിക്കും ഇതൊന്നും വേണ്ടായിരുന്നു. അപ്പൊ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ആലോചിച്ച് നോക്കണം. അപ്പൊ ജീവിക്കാൻ ആഗ്രഹം തോന്നും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ? ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. തീർന്ന്. അഹങ്കാരവും ധനവും ആരോഗ്യവും ഉണ്ടാവുമ്പോ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അവരെന്തും ചെയ്യും. അതേസമയം ഇതെല്ലാം അങ്ങോട്ട് പോയി കിട്ടിയാലോ, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഇങ്ങനെ കിടന്ന് വിറയ്ക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരെയും. ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദയ്ക്ക് കൈകൊണ്ട് പിടിച്ച് കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ വരുന്ന ഒരു ദിവസം ഉണ്ട്. അന്ന് അവർ ഇതിനെല്ലാം കണ്ണീര് വാർത്ത് കിടക്കും. അപ്പൊ അവരെ കൂടെ മദ്യപിച്ച ആൾക്കാർ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അവരപ്പോഴും മദ്യപിച്ച് നടക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ അവരതെല്ലാം ഉപേക്ഷിച്ച് അവർ നല്ല ആൾക്കാരായി നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട എന്താ അറിയോ? നല്ല വഴി തിരഞ്ഞെടുക്കുക ജീവിതത്തില്. നമ്മൾ ദുര്യോധനനെ പോലെ ആവാതിരിക്കുക. ഓക്കെ. അവശനായി കിടക്കുന്ന അങ്ങയുടെ ശിരസിൽ കാല് വെച്ച് ഭീമനെ യുധിഷ്ഠിരൻ പൊറുത്തുവല്ലോ എന്ന്. അതായത് അശ്വത്ഥാമാവ് പറയാണ്, അവശനായി വയ്യാണ്ട് യുദ്ധം ചെയ്ത് കിടക്കുന്ന ദുര്യോധന അങ്ങ് തളർന്നു വീണപ്പം അങ്ങയുടെ ശിരസില്, അങ്ങയുടെ തലയിൽ വീണ്ടും കൊണ്ടുവന്നിട്ട് ആ ഭീമൻ കാലെടുത്ത് വെച്ചില്ലേ? ആ ഭീമനോട് പൊറത്തില്ലേ യുധിഷ്ഠിരൻ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ അവൻ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്തവനോട് പോലും പൊറത്തില്ലേ? അപ്പം ഭയങ്കര ദുഷ്ടനല്ലേ ഇവരൊക്കെ എന്നാണ് അശ്വത്ഥാമാവ് പറയുന്നത്. ഭീമനെ ഭാവിയിൽ ലോകം ആക്ഷേപിക്കും, ഉറപ്പാണെന്ന്. അതിലൊരർത്ഥവും ഇല്ല അങ്ങനെ പറയുന്നതിൽ. കാരണം ഈ ഭീമനെ ഇങ്ങനെ വെച്ചാല്, ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നിൽക്കും. ദുര്യോധനൻ ചെയ്ത പാപങ്ങൾ ഇങ്ങനെയാണ്, ഭീമൻ ചെയ്തത് ഇത്രയാണ്. ദുര്യോധനൻ എന്ത് ചെയ്തോ അതിനുള്ള ശിക്ഷയാണ് ഭീമനിലൂടെ കിട്ടിയിരിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. രാജാവെ, ഭവാൻ ക്ഷത്രിയർക്കുള്ള മുഖ്യ ഗതി നേടി സ്വർഗത്തിലേക്ക് പോകുന്നു. പറഞ്ഞു കൊടുക്കണം, രാജാവ് യുദ്ധമൊക്കെ ചെയ്തല്ലോ, ഇനി ക്ഷത്രിയന്മാര് യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോകുന്ന പോലെ അങ്ങും സ്വർഗത്തിലേക്ക് പോവാണ്. ഞാനിപ്പോ കൂടുതലായി ദുഃഖിക്കുന്നത് മക്കൾ മരിച്ചുപോയ ഗാന്ധാരിയെയും ധൃതരാഷ്ട്രനെയും പറ്റി ഓർത്തിട്ടാണ്. അശ്വത്ഥാമാവ് പറയാണ്, ഞാൻ ദുഃഖിക്കുന്നത് ദുര്യോധന, അങ്ങയെക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനിന്ന് മക്കൾ ഇത്രയും 100 മക്കൾ മരിച്ചുപോയ ആ ഗാന്ധാരിനെയും ധൃതരാഷ്ട്രയെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു മനസമാധാനം ഇല്ലാന്ന്. കാരണം എങ്ങനെ സഹിക്കും ഒരച്ഛനും അമ്മയും? ചിന്തിച്ചോക്ക്. വഴിതെറ്റി നടക്കുന്ന മക്കളും വഴിതെറ്റി നടക്കുന്ന ഭർത്താക്കന്മാരും വഴിതെറ്റി നടക്കുന്ന സഹോദരങ്ങളും ഒക്കെയുള്ള വീടുകളിലെ അച്ഛനമ്മമാരുടെയും ഭാര്യമാരുടെയും ചിന്താഗതിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. നടക്കുന്നവനെ എങ്ങനെയും നടക്കാം, പക്ഷെ അവരെ പ്രതി കണ്ണീരൊഴുക്കുന്ന ഭാര്യമാരുടെയും അച്ഛനമ്മമാരുടെയും അവസ്ഥ ആലോചിച്ച് നോക്ക്. അവരെന്തുമാത്രം പ്രതീക്ഷയിലായിരിക്കും നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഹങ്കാരത്തിന് നിങ്ങൾ നടന്ന് ചെയ്ത് കൂട്ടുമ്പോൾ അവരെന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. നമ്മൾ ഒരാളെ ദുഃഖത്തിനും കാരണമാവരുത്, ഒരിക്കലും കാരണമാവരുത്. ഒരു ഡ്രോപ്പ് മദ്യം എന്ന് പറയുന്നത്, ഞാൻ എന്നും ക്ലാസ്സിൽ പറയുന്നു, അമൃതല്ല നിങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്നത് വിഷമാണ്. ഓരോ നിമിഷവും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ എന്താ പറയാ കരളും കിഡ്നിയും എല്ലാം കാർന്ന് 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 തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മരണത്തോട് മല്ലടിച്ച് നമ്മൾ മരിക്കണം. ഞാൻ അത്രേ പറയൂ. അങ്ങനെ മദ്യപിച്ച് അവശരായവര് മരിക്കണം, മരിച്ചു പോണം. 1 വർഷം കഴിയുമ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകും. നമ്മൾ ആ അവസ്ഥയോട് സാഹചര്യത്തോട് നമ്മൾ പൊരുത്തപ്പെടും. പക്ഷെ മരിക്കാതെ ദുരിതപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലോട്ട് നമ്മൾ എത്താതിരിക്കാനാണ് ഈ വക സംഭവങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ദുര്യോധനന് കിട്ടിയ അതേ അവസ്ഥയാണ് ഇങ്ങനെയുള്ള ജനങ്ങൾക്കും കിട്ടാൻ പോകുന്നത്. മരണത്തിന് പോലും വേണ്ടാതെ കിടക്കും, മരണം പോലും കൊണ്ടുപോവില്ല. അപ്പൊ ആലോചിക്കും, ഞാൻ ചെയ്തതെല്ലാം എത്ര വലിയ കൊടിയ പാപമായിരുന്നു എന്ന്.
അപ്പോഴാണ് ചിന്തിക്കുക. ആ ചിന്തയിലാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. ഇവിടെ ദുര്യോധനൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ അഹങ്കാരം അത് പുറത്ത് കാണിക്കില്ല. അതാണ് വാസ്തവം. ഇനി അവരുടെ ഗതി എന്താവുന്ന്, ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും ഗതി എന്താവും? അശ്വത്ഥമാവ് ചോദിക്കാണ്. പുത്രദുഃഖിതരായിരിക്കുന്നവർ പാണ്ഡവന്മാരുടെ ദാസന്മാരായി കഴിയേണ്ടി വരൂലേ? മക്കളല്ലാതായി ജീവിച്ചാൽ സ്വന്തം അച്ഛനും അമ്മയും വല്ലവരുടെ ദാസന്മാരെ പോലെ ജീവിക്കേണ്ടി വരും അല്ലെ? കൃപനും കൃതവർമാവും ഞാനും ഒക്കെ പാപികൾ തന്നെ. ഞങ്ങൾ എല്ലാവരും കൗരവ വംശത്തിനോട് കൂടി ചേർന്ന് പാപികളായി മാറി. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ചു. ആരുടെ അനുഗ്രഹം കൊണ്ട്? ദുര്യോധനന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ മുമ്പേ സ്വർഗത്തിൽ പോയിട്ട്, അതായത് അങ്ങേക്ക് മുമ്പേ ഞങ്ങൾ മരിച്ചിട്ട് അങ്ങേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ശരിയാക്കണമായിരുന്നു. അങ്ങില്ലാതെ ഈ ഭൂമിയിൽ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വരുന്നത്. ദുര്യോധനനോട് പറയാം, ആചാര്യനെ വധിച്ച ദൃഷ്ടദ്യുമ്നനെ ഞാൻ ചവിട്ടിക്കൊന്നു. അവിടെ ചെല്ലുമ്പോ എന്റെ അച്ഛനോട് പറയണം. പിന്നെ പാഞ്ചാലന്മാരെയും പാഞ്ചാലി പുത്രന്മാരെയും യുദ്ധത്തിൽ ശേഷിച്ച സൈന്യങ്ങളെ എല്ലാം ഞങ്ങൾ പോയി കൊന്നുകളഞ്ഞു. യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഇനി 10 പേര് മാത്രമേ ജീവിക്കുന്നുള്ളൂ. അവര് മാത്രമേ ജീവിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ആരും ജീവിക്കുന്നില്ല. എല്ലാവരെയും ഞങ്ങൾ അങ്ങ് കൊന്നുകളഞ്ഞു എന്ന് പറയാണ് ഇവര്. എന്നിട്ട് എന്താ പറയുന്നത്? സപ്താ പാണ്ഡവദാശേഷാധാർത്തരാഷ്ട്രാസ്ത്രയോസ്ഭവം തേ ചൈവാ ഭ്രാതരാ പഞ്ചവാസുദേവോ ദസാത്യഗി അഹം വക്ൃതവർമാ ചകൃഷ്ട ശാരദ്ഭുതാസ്തവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പാണ്ഡവന്മാരും കൃഷ്ണനും സാത്യകിയും പാണ്ഡവ പക്ഷത്ത് ശേഷിച്ചിട്ടുണ്ട്. 5 പാണ്ഡവന്മാര്, അതായത് നമ്മുടെ പഞ്ചപാണ്ഡവന്മാര്, യുധിഷ്ഠിരനും അർജുനനും ഭീമനും നകുലനും സഹദേവനും, ഇങ്ങനെ 5 പാണ്ഡവന്മാരും കൃഷ്ണനും സാത്യകിയും, പാണ്ഡവന്മാരുടെ ഭാഗത്തുള്ള കൃഷ്ണനും സാത്യകിയും, ഇങ്ങനെ ഇത്രയും പേരേ ഉള്ളൂ. കൗരവ പക്ഷത്ത് ഞാനും കൃപനും കൃതവർമാവും, ഇങ്ങനെ 10 പേര് ബാക്കി എല്ലാവരെയും ഇന്നലെ രാത്രി കൊന്നു കളഞ്ഞു. ഇവര് പറയാം, കൗരവന്മാരുടെ ഇത്രയും കോടാനുകോടി ആൾക്കാരുമായിട്ട് യുദ്ധം നടത്തിയിട്ട് ഇനി പാണ്ഡവന്മാരുടെ ഭാഗത്ത് ഈ 5 പാണ്ഡവന്മാരും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്, സാത്വികയുണ്ട്. കൗരവന്മാരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കൃപനും കൃതവർമാവും അശ്വത്ഥാമാവും, ഇത്രേ ആൾക്കാരേ ഉള്ളൂ. ബാക്കി ജനസഹസ്രങ്ങൾ മുഴുവൻ മരിച്ചു, എല്ലാവരും മരിച്ചു. ഇങ്ങനെ 10 പേര് മാത്രം ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരുടെ കഥയും കഴിഞ്ഞു. സന്തോഷമായ ആർക്ക്? ഭയങ്കര സന്തോഷം. ഇത് കേട്ടപ്പോ ദുര്യോധനന് ചാകാൻ കിടക്കുക, എന്നിട്ടും നാശം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയാണ്, സന്തോഷായിട്ടുള്ള ഈ വർത്താനം കേട്ടപ്പോഴേക്കും നമ്മുടെ ദുര്യോധനൻ മെല്ലെ അങ്ങ് കണ്ണൊന്ന് തുറന്നു. ഭീഷ്മനും ദ്രോണനും കർണനും ചെയ്യാൻ സാധിക്കാത്ത മഹാകർമ്മമാണ് നിങ്ങൾ ചെയ്തത്. എന്താ പറയുന്നത്? ഞാൻ ഭീഷ്മരെ വിശ്വസിച്ചു, കർണനെ വിശ്വസിച്ചു, ദ്രോണാചാര്യരെ വിശ്വസിച്ചു, പക്ഷെ അവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളാണ് അത് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ദുര്യോധനന്റെ വിഡ്ഢിത്തരം. എന്താ ഇദ്ദേഹത്തെ പറയാ? ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയുമെല്ലാം ചത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾക്ക് സ്വസ്തി ഭവിക്കട്ടെ. എല്ലാം ഭദ്രം, ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ദുര്യോധനൻ പറയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ കണ്ണടച്ചു. മരണസമയത്തും മറ്റുള്ളവരുടെ അധോഗതിയാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ നാശമാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ദുര്യോധനൻ കണ്ണടച്ചു. ആ ശബ്ദം എന്നേക്കുമായി നിലച്ചു. ആ വീരന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. അവന്റെ ആത്മാവ് പുണ്യലോകത്തിലേക്ക് പോയി. ശരീരം ഭൂമിയിൽ വീണ് കിടന്നു. കൃപനും കൃതവർമാവും ദ്രോണപുത്രനും ശോകമുഖമായിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ ആത്മാവ് വിട്ടൊഴിഞ്ഞ രാജാവിന്റെ മൃതശരീരം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അങ്ങനെ നമ്മുടെ ദുര്യോധനൻ പോയി. ദുര്യോധനന്റെ മരണം കഴിഞ്ഞപ്പം സഞ്ജയന് വ്യാസദേവൻ കൊടുത്തിരുന്ന ദിവ്യ ചക്ഷുസ് ഉണ്ടല്ലോ, അതും ഇല്ലാണ്ടായി. സഞ്ജയനൊരു ദിവ്യ ചക്ഷുസ് കൊടുത്തിരുന്നു വ്യാസദേവൻ, അതും പോയി. യുദ്ധം നേരിട്ട് കണ്ട് ധൃതരാഷ്ട്രരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസദേവൻ ഈ ദിവ്യ ചക്ഷുസ് കൊടുത്തിരുന്നത്. ഇപ്പൊ യുദ്ധമെല്ലാം കഴിഞ്ഞ് എല്ലാം അവസാനിച്ച് എല്ലാം ശാന്തമായി. അതിന്റെ ആവശ്യവും തീർന്നു. സഞ്ജയനിൽ നിന്ന് മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ നമ്മുടെ ധൃതരാഷ്ട്രര്
ഒന്നും ചിന്തിക്കാനാവാതെ തളർന്ന അവസ്ഥയിൽ ദുഃഖം സഹിക്കാതെ അങ്ങിരുന്നു പോയി. അങ്ങനെ ആ മോനും പോയി, എല്ലാം പോയി, എല്ലാം നിശ്ചയമായി, ഇനി ഒന്നുമില്ല. അടുത്ത ദിവസം രാവിലെ ദൃഷ്ടദ്യുമ്നന്റെ സാരഥി ഓടി വന്നിട്ട് യുധിഷ്ഠിരനോട് പറയാണ്, രാജാവേ, ഇന്നലെ രാത്രി അശ്വത്ഥാമാവ് ശിബിരത്തിൽ വന്ന് ഉറങ്ങിക്കിടന്ന എല്ലാരെയും വധിച്ചു. ദൃഷ്ടദ്യുമ്നന്റെ സാരഥി ഓടി വന്നിട്ട് യുധിഷ്ഠിരനോട് പറയാണ്, രാജാവേ, ഇന്നലെ രാത്രിയിലെ നമ്മുടെ അശ്വത്ഥാമാവ് ശിബിരത്തിൽ വന്നിട്ട് എല്ലാരെയും കൊന്നുകളഞ്ഞു. ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയുടെ മക്കളും മറ്റ് പാഞ്ചാലന്മാരും എല്ലാരെയും ഇന്നലെ ആ ക്രൂരൻ കൊന്നു. ശിബിരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് വരെ കൃപനും കൃതവർമാവും കൂടി വധിച്ചു. എല്ലാവരെയും, ആ ശിബിരത്തിൽ നിന്ന് ആരൊക്കെയാണോ പുറത്തേക്ക് പോകാൻ നോക്കിയത് അവരെ എല്ലാവരെയും കൃപനും കൃതവർമാവും കൂടെ കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. കൃപനിൽ നിന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു രാജാവേ. ഞാൻ ഇങ്ങോട്ട് ഇത് പറയാൻ ഒളിച്ചു നിന്നിട്ടാണ് എൻ്റെ ജീവനും കൊണ്ട് ഓടി വന്നത്. യുധിഷ്ഠിരൻ ഈ ഒരു കാര്യം കേട്ടതും യുധിഷ്ഠിരൻ അങ്ങ് മോഹാലസ്യപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ യുധിഷ്ഠിരൻ തല കറങ്ങി താഴെ വീണു. ഭീമനും അർജുനനും എല്ലാവരും കൂടെ ഓടി വന്ന് എന്ത് ചെയ്യുന്നറിയാതെ യുധിഷ്ഠിരനെ വേഗം പൊക്കിയെടുത്ത് വെള്ളമൊക്കെ കുടഞ്ഞൊരു ഭാഗത്തിരുത്തി. ബോധം വന്നപ്പം നമ്മുടെ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ ഇരുന്ന് കരയാൻ തുടങ്ങി. യുദ്ധത്തിൽ ജയിച്ച ഞങ്ങൾ ഇപ്പൊ ശരിക്കും തോറ്റുപോയി. യുധിഷ്ഠിരൻ പറയണം, വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ വധിച്ചു. ഈ ഒരു യുദ്ധം കൊണ്ട്, ഈ ഒരു ജയം കൊണ്ട് എന്ത് നേടി? ഒന്നും നേടാനുണ്ടായില്ല. ജയം തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. രണ്ട് സൈഡും യുദ്ധം ചെയ്തു, എല്ലാവരും നഷ്ടപ്പെട്ടു. മുഖത്തോട് മുഖം നോക്കാൻ നമ്മൾ മാത്രം. ഇതാണോ ജയം? ഇതാണ് ഏറ്റവും വലിയ പരാജയം. അജയ്യരായിരിക്കുന്ന ഭീഷ്മരെ, ആരാലും തോൽപ്പിക്കാൻ പറ്റാത്ത ഭീഷ്മരെയും ദ്രോണരെയും കർണരെയും ഒക്കെ വധിച്ചിട്ട് ഈ യുദ്ധത്തില് ജയിച്ച ഞങ്ങൾക്ക് ഇനി കരയാനല്ലേ പറ്റൂ? അല്ലാതെ ചിരിക്കാൻ പറ്റുമോ? സന്തോഷിക്കാൻ പറ്റുമോ? എങ്ങനെ ഗാന്ധാരി അമ്മയുടെ അടുത്തും ധൃതരാഷ്ട്രരുടെ അടുത്തൊക്കെ പോയി നിൽക്കും? അവരെ മക്കളെ വധിച്ചിട്ട് ഈ രാജ്യം സ്വന്തമാക്കിയിട്ട് എന്ത് മനോഭാവത്തിൽ അവരെ മുമ്പിൽ പോയി നിൽക്കും? ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വന്ന ഏതെങ്കിലും ഒരാളെയെങ്കിലും ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചോ? അതുമില്ല. ആ കുടുംബങ്ങളെല്ലാം അനാഥരായി. ഇതാണോ ജയമെന്ന് പറയുന്നത്? ഇത് പരാജയമല്ലേ? അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ഒരു സംഭവത്തെ പാഞ്ചാലി എങ്ങനെ സഹിക്കും? യുദ്ധത്തിൽ മരിച്ചു പോയവരെല്ലാം സ്വർഗത്തിലെത്തി സുഖിക്കുന്നുണ്ട്. ജയിച്ചവരാണെങ്കിലോ ദുഃഖിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ഈശ്വരന്റെ മായാവിലാസം. പിതാവും സഹോദരന്മാരും പുത്രന്മാരും മരിച്ചുപോയ ദ്രൗപദിയുടെ സ്ഥിതി ദയനീയം തന്നെ. അച്ഛനും മരിച്ച്, മക്കളും മരിച്ച്, സഹോദരങ്ങളും മരിച്ച് ദ്രൗപദിയുടെ. ഈ ദ്രൗപദിയോട് ഇനി എന്ത് പറയും? ഭർത്താവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഒരു സ്ത്രീക്ക്. അച്ഛനും പോയി, മക്കളും പോയി, സഹോദരങ്ങളും പോയി. ഈ ദ്രൗപദിയോട് ഇനി എന്താ പറയാ? അവൾ എങ്ങനെ സഹിക്കും ഇത്? ഇതും പറഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. ഉടനെ നമ്മുടെ യുധിഷ്ഠിരൻ പറഞ്ഞു, നകുല, നീ പോയി ദ്രൗപദിയെ വിളിച്ചുകൊണ്ട് വാ. നകുലൻ എന്ത് ചെയ്ത് നേരെ പോയിട്ട് ദ്രൗപദിയെ കാണാൻ വേണ്ടി ചെന്നു. യുധിഷ്ഠിരൻ പരിവാരങ്ങളോടുകൂടി ശിബിരം കാണാൻ വേണ്ടി പോയി. ആ ശിബിരത്തിന്റെ അവസ്ഥയൊന്ന് കാണണമല്ലോ. അവിടെ ദ്രോണപുത്രന്റെ വെട്ടേറ്റ് കയ്യും കാലും പോയി കിടക്കുകയാണ് അവിടത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ. യുദ്ധത്തിൽ ജയിച്ച സന്തോഷത്തിൽ ക്ഷീണം മാറ്റി ആ ശിബിരത്തിൽ കിടന്നുറങ്ങിയ ആളുകളെല്ലാവരും ദ്രോണപുത്രന്റെ വെട്ടേറ്റിട്ട് കയ്യും പോയി, കാലും പോയി, തലയും പോയി കിടക്കുകയാണ്. ഇഷ്ടം പോലെ ജഡങ്ങള്, ശവശരീരങ്ങള്.
ഇത് കണ്ടപ്പോ ധർമ്മപുത്രര് വീണ്ടും മോഹാലസ്യപ്പെട്ടു വീണു. എല്ലാരും കൂടി അദ്ദേഹത്തെ താങ്ങിയെടുത്ത് രാജാവിനെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് വിഷമിക്കല്ലേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അങ്ങ് ഇങ്ങനെ തളരല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ ചാരിയിരുത്തി ബാക്കി എല്ലാവരും ചുറ്റിനിരിക്കുമ്പോ അവിടേക്ക് നമ്മുടെ പാഞ്ചാലി വരികയാണ്. കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ദ്രൗപദി വിറച്ച് 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 വരികയാണ്. അച്ഛനെവിടെ, സഹോദരങ്ങൾ എവിടെ, എന്റെ മക്കൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദ്രൗപദി സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ആ സ്ത്രീ വിറച്ച് വിറച്ച് വന്നിട്ട് അവരുടെ മുമ്പിൽ താഴെ വീണു. എന്റെ മക്കളുടെ ശവം കണ്ടുകൊണ്ട് ഞാൻ എന്തിന് ജീവിക്കണം എന്നും പറഞ്ഞ് ദ്രൗപദിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോലും വരാനില്ലാത്ത അവസ്ഥയിൽ പാവം തളർന്നു വീണു. ഭീമസേനൻ വേഗം ദ്രൗപദിയെ പിടിച്ചിരുത്തി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ബോധം വന്നപ്പം പാഞ്ചാലി വീണ്ടും കരയാൻ തുടങ്ങി. രാജാവേ, അങ്ങേക്ക് രാജ്യം കിട്ടി, ഇനി ഇഷ്ടം പോലെ അങ്ങ് അനുഭവിച്ചോളൂ. എന്റെ മക്കള് നഷ്ടപ്പെട്ട ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും? അങ്ങ് രാജ്യത്തിന് വേണ്ടിയല്ലേ രാജാവേ യുദ്ധം ചെയ്തത്? എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മക്കളാണ്. ഞാൻ എങ്ങനെ സഹിക്കും രാജാവേ ഈ ദുഃഖം? രാത്രി സുഖമായിട്ടല്ലേ എന്റെ മക്കൾ കിടന്നുറങ്ങിയത്? അവരെ രക്ഷിക്കാൻ അങ്ങേക്ക് സാധിച്ചില്ലല്ലോ. ഇന്ന് എന്റെ മക്കളുടെ തല വേറെ, ഉടല് വേറെ, കൈ വേറെ, കാല് വേറെയായി കിടക്കുന്നു. ഇതൊരമ്മയായ ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും രാജാവേ? നേരിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടല്ലേ അവര് വന്നിട്ട് ഈ കൊലച്ചതി ചെയ്തിട്ട് പോയത്. ഇതിന് പ്രതികാരം ചെയ്തേ പറ്റൂ രാജാവേ, ദ്രൗപദി പറയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനി ജീവിക്കില്ല. ഞാൻ ഈ ഉപപ്ലാവ്യത്തിൽ വെച്ച് തന്നെ ഞാൻ ദേഹത്യാഗം ചെയ്തു കളയും. ദ്രോണപുത്രർ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികളെ ചതിച്ചു കൊന്നു എന്ന് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും വിഷമം തോന്നുന്നില്ലേ? എന്റെ മക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നില്ലേ? എന്റെ മക്കളോട് നേരിട്ട് യുദ്ധമല്ലല്ലോ ചെയ്തത്. എന്റെ മക്കൾ അറിയാതെ ഉറങ്ങിക്കിടക്കുമ്പോ അവർക്കൊന്ന് ഒച്ചത്തിൽ കരയാൻ പോലും പറ്റാത്ത രീതിയിലല്ലേ എന്റെ മക്കളുടെ കഴുത്ത് വരെ അരിഞ്ഞു കളഞ്ഞത്. എന്റെ മക്കൾ എന്നും ചിന്തിക്കാനുള്ള സമയം പോലും കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വേദന മനസ്സിലാവുന്നില്ലേ? വിഷമം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇപ്പം തന്നെ ഈ പാപകർമ്മത്തിന്റെ ഫലം ദ്രൗണിക്ക് കൊടുത്തേ മതിയാവും. വിടരുത് അവരെ. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കരഞ്ഞിരിക്കുന്ന പാഞ്ചാലിയെ രാജാവ് ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കല്യാണി, നിന്റെ മക്കളെയും സഹോദരന്മാരെയും പറ്റി നീ ദുഃഖിക്കരുത്. ദൈവത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. ദ്രൗണി ഇപ്പൊ ഒരുപാട് ദൂരം പോയി. അവനെ വധിച്ചാൽ നീ ഇനി എങ്ങനെയാ അറിയാൻ പോകുന്നത്? നീ അറിയാൻ പോവില്ല. അപ്പൊ ദ്രൗപദി പറയാണ്, ദ്രോണപുത്രന്റെ ശിരസിൽ സഹജമായിരിക്കുന്ന ഒരു രത്നമുണ്ട്. ആ പാപിയെ വീഴ്ത്തി ആ മണി കൊണ്ടുവന്ന് ഭവാന്റെ ശിരസിൽ ചൂടി കാണണം എനിക്ക്. അവന്റെ ശിരസില് ഒരു രത്നമുണ്ട്. അവനെ കൊന്നാലേ അത് കിട്ടൂ. ചെന്ന് അവനെ കൊന്നിട്ട് ആ ഒരു രത്നം എടുത്തോണ്ട് വാ. എന്നിട്ട് അങ്ങയുടെ ശിരസിൽ അത് ചൂടി വെക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക അവൻ മരിച്ചു എന്ന്. എന്നാലേ ഇനി ഞാൻ ജീവിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല. ഇങ്ങനെ ധർമ്മജനോട് പറഞ്ഞ ശേഷം ഭീമസേനനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ നാഥ, ലോകത്തിൽ ഏറ്റവും വലിയ പരാക്രമിയാണ് ഭവാൻ എന്ന് പ്രസിദ്ധമാണ്. പലപ്പോഴും പാണ്ഡവർക്ക് രക്ഷയായി നിന്നിട്ടുള്ളതും അങ്ങ് തന്നെയല്ലേ. അതുപോലെ ഇപ്പോഴും ആ മഹാപാപിയെ കൊന്ന് രത്നം കൊണ്ടുവരിക. അങ്ങനെ ഈ ദുഷ്ടകർമ്മത്തിന് പ്രതികാരം ചെയ്ത് സുഖമായിരിക്കുക. പാഞ്ചാലിയുടെ ആ ഒരു ആവലാതിയും വിഷമവും എല്ലാം കേട്ടപ്പം ഭീമന് സഹിക്കാൻ പറ്റിയില്ല. ഉടനെ ഭീമൻ എന്ത് ചെയ്തു? ആയുധങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ധർമ്മപുത്രനോട് സമ്മതം വാങ്ങിയിട്ട് അതെ, പാഞ്ചാലിയുടെ പേരാണ് കല്യാണി. നേരെ ധർമ്മപുത്രനോട് സമ്മതവും വാങ്ങി ഭീമൻ തേരെടുത്ത് ഇറങ്ങി. ദ്രോണപുത്രൻ പോയ തേരിന്റെ ചക്രങ്ങളുടെ പാട് നോക്കിയിട്ടാണ് ഭീമൻ പോകുന്നത്. ദ്രോണപുത്രൻ പോയ തേരിന്റെ ചക്രങ്ങളുടെ പാട് നോക്കിക്കൊണ്ട് ഭീമൻ പോയി. ഭീമൻ പോയപ്പോ കൃഷ്ണൻ എന്ത് ചെയ്ത് യുധിഷ്ഠിരന്റെ അടുത്തേക്ക് വന്നു.
എന്നിട്ട് പറയാണ്, രാജാവേ, അങ്ങ് എന്തിനാണ് ഭീമനെ ഒറ്റയ്ക്ക് വിട്ടത്? ദ്രോണർ മകന് ബ്രഹ്മശിരോസ്ത്രം നൽകിയിട്ടുള്ളത് അങ്ങേക്ക് അറിയില്ലേ? ആ സമയത്ത് ദ്രോണർ പ്രത്യേകം പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. മഹാവിപത്തിൽപ്പെട്ടാലും ഈ അസ്ത്രം ഉപയോഗിക്കരുത് എന്ന്. എങ്കിലും നല്ല രീതിയിൽ എന്നും നിൽക്കുന്നവനല്ല മകൻ എന്ന് ദ്രോണർക്കറിയാം. പിന്നീടൊരിക്കൽ അശ്വത്ഥാമാവ് ദ്വാരകയിൽ വന്നിട്ട് അതിഥിയായി താമസിക്കുമ്പോ ആ ബ്രഹ്മശിരോസ്ത്രം എനിക്ക് തന്നിട്ട് എന്റെ ചക്രായുധം അവന് കൊടുക്കണോന്ന് അവൻ എന്നോട് ചോദിച്ചു. മറ്റാരും എന്നോട് ചോദിക്കാത്തൊരു ചോദ്യമാണ് അവൻ അന്ന് ചോദിച്ചത്, ദ്രോണറിന്റെ മകൻ. ഞാൻ പകരം ഒന്നും തരാതെ തന്നെ ചക്രം നീ എടുത്തോന്നങ്ങ് പറഞ്ഞു. പക്ഷേ അയാൾക്ക് അതെടുത്തു കൊണ്ട് പോകാൻ പറ്റിയില്ല. അയാൾ അത് അവിടെ തന്നെ വെച്ചു. അതുകൊണ്ട് ആ അവിവേകിയിൽ നിന്ന് ഭീമനെ രക്ഷിക്കാൻ നമ്മൾ ഇപ്പൊ തന്നെ പോണം. എന്റെ ചക്രായുധം ചോദിച്ചവനാണ് അവൻ. അവനൊരു അവിവേകിയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ഭീമനെ രക്ഷിക്കാൻ പോയേ പറ്റൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? സർവ ആയുധങ്ങളും എടുത്തിട്ട് നേരെ തേരിൽ കയറിയിട്ട് കൃഷ്ണൻ പുറപ്പെട്ടു. അർജുനനും ധർമ്മപുത്രനും കൃഷ്ണന്റെ കൂടെ യാത്രയായി. വേഗത്തിൽ തേരോടിച്ച് അർജുനനും യുധിഷ്ഠിരനും കൃഷ്ണനും കൂടെ ഭീമന്റെ അടുത്തെത്തി. അശ്വത്ഥാമാവ്, അതായത് ദ്രോണരുടെ മകൻ, അദ്ദേഹം ഭാഗീരഥി നദിയുടെ തീരത്തേക്ക് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ വ്യാസാശ്രമത്തിലേക്ക് പോയി. അവിടെ വ്യാസ മഹർഷി ബാക്കി മുനിമാരോട് കൂടിയിരിക്കുന്നതും അടുത്ത് ദ്രൗണി പുഴയുടെ അടുത്ത് ഇങ്ങനെ നടക്കുന്നതും കണ്ടു. കണ്ട ഉടനെ ഭീമസേനൻ നിൽക്ക് നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് നേരെ ദ്രൗണിയുടെ അടുത്തേക്ക് അങ്ങ് എത്തി. അശ്വത്ഥാമാവ് അപ്രതീക്ഷിതമായിട്ട് ഭീമനെയും കൃഷ്ണാർജുനന്മാരെയും കണ്ട് പേടിച്ചുപോയി. അശ്വത്ഥാമാവ് നോക്കുമ്പോ ഭീമൻ, കൃഷ്ണൻ, അർജുനൻ, യുധിഷ്ഠിരൻ എല്ലാരും ഉണ്ട്. ഒരു ഗതിയും ഗത്യന്തരവും ഇല്ല അശ്വത്ഥാമാവിന്. ഉടനെ അവൻ ദിവ്യാസ്ത്രം എടുത്ത് അങ്ങ് ജപിച്ചങ്ങ് ദിവ്യാസ്ത്രം വരുത്തി. അഭാണ്ഡപാർവം എന്നാണ് അതിന്റെ പേര്. അഭാണ്ഡവാർത്തം എന്നാണ് പേര്. എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് അയച്ചു. ദ്രോണപുത്രൻ വിട്ട ആ ഒരു ദിവ്യാസ്ത്രം ലോകം മുഴുവനും ഇല്ലാതാക്കുന്ന രീതിയിൽ അങ്ങോട്ട് കത്തി ജ്വലിക്കാൻ തുടങ്ങി. ദ്രൗണിയുടെ അഭിപ്രായം അറിഞ്ഞപ്പം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, പണ്ട് ദ്രോണർ ഉപദേശിച്ചു തന്നിട്ടുള്ള ഒരു ദിവ്യാസ്ത്രം നിനക്ക് ഓർമ്മയില്ലേ? നിന്റെയും സഹോദരന്മാരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നീ അത് ഉപയോഗിക്കേണ്ട സമയമാണിത്. ദ്രൗണിയുടെ അസ്ത്രം നീയും ദിവ്യാസ്ത്രം കൊണ്ട് തടുക്കണം. അവൻ അയച്ചിരിക്കുന്ന അസ്ത്രം നീ നിന്റെ ദിവ്യാസ്ത്രം കൊണ്ട് തടത്തു കളഞ്ഞു അർജുന എന്ന് പറഞ്ഞു. അർജുനൻ തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും ഒക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് മന്ത്രം കൊണ്ട് അസ്ത്രം ഇങ്ങ് വരുത്തി. എന്നിട്ട് അസ്ത്രം കൊണ്ട് ശമിക്കട്ടെ എന്നങ്ങ് പറഞ്ഞു. മനസ്സാൽ ധ്യാനിച്ചിട്ട് അർജുനൻ ആ അസ്ത്രം അങ്ങോട്ട് വിട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന തീ ജ്വാലയാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്നത്. ആകാശത്തിലേക്ക് അസ്ത്രം അങ്ങ് ഉയർന്നു. രണ്ട് അസ്ത്രങ്ങളും കൂടി അങ്ങ് കൂട്ടിമുട്ടിയപ്പം ആകാശത്ത് കൊള്ളിമീനുകളാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിരിക്കുന്ന ശബ്ദവും ഇടിവെട്ടും ഒക്കെ ഉണ്ടായി. ഭൂമി ആകെ ഇളകാൻ തുടങ്ങി. എന്താണ് ഉണ്ടാവുന്നതെന്നറിയാതെ ദേവന്മാര് പോലും പരിഭ്രമിച്ചു. വ്യാസദേവനും നാരദനും അസ്ത്രങ്ങളുടെ നടുക്ക് തന്നെ അങ്ങ് വന്ന് നിലയുറപ്പിച്ചു. അവർ ലോകനാശകാരികളായ അസ്ത്രങ്ങളെ നിങ്ങൾ രണ്ടുപേരും പിൻവലിക്കൂ എന്ന് പറഞ്ഞു. അർജുനനോടും പറഞ്ഞു, അശ്വത്ഥാമാവിനോടും പറഞ്ഞു, വ്യാസദേവനും നാരദരും വന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് അസ്ത്രങ്ങളും നിങ്ങൾ രണ്ടുപേരും പിൻവലിക്കൂ, ഇല്ലെങ്കിൽ ഈ ലോകം നശിച്ചു പോകും, പിൻവലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. മഹർഷിമാര് പറയുന്നത് കേട്ടപ്പോഴേക്കും അർജുനൻ വേഗം
അർജുനന്റെ അസ്ത്രം അങ്ങോട്ട് പിൻവലിച്ചു. എന്നിട്ട് പാർത്ഥൻ പറയാണ്, അർജുനൻ പറയാണ്, അസ്ത്രത്താൽ ശമിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ അസ്ത്രം അയച്ചത്. എന്റെ അസ്ത്രം പിൻവലിച്ചാൽ ദ്രോണപുത്രൻ അസ്ത്ര തേജസ് കൊണ്ട് ഞങ്ങളെയെല്ലാം ചുട്ടുകളയും. ഞങ്ങൾക്ക് ഹിതത്തിനും ലോകത്തിന്റെ നന്മയ്ക്കും വരുന്ന ദേവതുല്യരായിരിക്കുന്ന നിങ്ങൾ എന്തു ചെയ്യണം? പറഞ്ഞു തരൂ, എന്ത് ചെയ്യണം ഞാൻ? യദത്രാഹിതമസ്താകം ലോകാനാം ചൈവ സർവധാ ഭവന്തൗ ദേവസംഘാശൗ തഥാ സമന്തുമർഹത. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അസ്ത്രം ഇങ്ങ് അർജുനൻ പിൻവലിച്ചു. അശ്വത്ഥാമാവിനാണെങ്കിലോ അസ്ത്രം പിൻവലിക്കാൻ സാധിച്ചില്ല. അവൻ പറയാണ്, അശ്വത്ഥാമാവ് പറയാണ്, മഹർഷി സത്തന്മാരെ, ഭീമനിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അസ്ത്രം ഉപയോഗിച്ചത്. ഭീമൻ അധർമ്മം ചെയ്തിട്ടാണ് ധാർത്തരാഷ്ട്രനെ വധിച്ചിരിക്കുന്നത്, അതായത് ദുര്യോധനന്. അതുപോലെ യുദ്ധത്തിൽ പല അധർമ്മങ്ങളും ഭീമൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാണ്ഡവന്മാരങ്ങോട്ട് നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അസ്ത്രം വിട്ടിരിക്കുന്നത്. അത് പിൻവലിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അധർമ്മികളായിരിക്കുന്ന പാണ്ഡവരെല്ലാം നശിച്ച് ലോകം അഭാണ്ഡമായി തീരട്ടെ, ഞാൻ ഇതുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വ്യാസദേവൻ പറഞ്ഞു, ഉണ്ണി, അർജുനൻ ബ്രഹ്മശിരോസ്ത്രം എയ്തത് ദേഷ്യം കൊണ്ടല്ല, അസ്ത്രത്താൽ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ ഈ അസ്ത്രം ഇട്ടിരിക്കുന്നത്. അതവൻ പിൻവലിക്കുകയും ചെയ്തു. ധർമ്മിഷ്ഠരായിരിക്കുന്ന പാണ്ഡവരെ വധിക്കാൻ ആലോചിക്കുന്ന നീ എന്തൊരു കഠിന ഹൃദയനാണ്. ആ ഫോണും എടുത്ത ബിന്ദുമ്മ, നീ എന്തൊരു കഠിന ഹൃദയനാണ്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അർജുനൻ ആ ഒരു അസ്ത്രം വിട്ടിരിക്കുന്നത് നിന്നെ വധിക്കാനല്ല, ആ അസ്ത്രം ഇല്ലാതാവട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നീയാണെങ്കിലോ പാണ്ഡവന്മാര് മുഴുവൻ നശിക്കട്ടെ എന്നും പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. നീ ചെയ്യുന്നത് എന്തൊരു ദ്രോഹമാണ്, നീ എന്തൊരു കഠിന ഹൃദയനാണ്. ബ്രഹ്മശിരസിനെ ബ്രഹ്മശിരസ് കൊണ്ട് തന്നെ അടക്കുന്ന ദിക്കിൽ പന്തീരാണ്ട് മഴ പെയ്യുകയില്ല. ഈ നാടിനെ സംരക്ഷിക്കേണ്ടതല്ലേ? അച്ഛാ, ഞാൻ ക്ലാസ് എടുക്കാണേ. ആ ശരി, അതാ കട്ട് ചെയ്തേ. ഈ നാടിനെ സംരക്ഷിക്കേണ്ടതല്ലേ? അതുകൊണ്ട് അസ്ത്രത്തെ നീ പിൻവലിക്കൂ. നീ എന്ത് അബദ്ധമാണ് ഈ കാണിക്കുന്നത്? പാണ്ഡവന്മാർക്ക് സ്വസ്തി ഭവിക്കട്ടെ. നിന്റെ ശിരസിൽ അണിഞ്ഞിട്ടുള്ള രത്നം നീ ഇവർക്ക് നൽകിയ നിന്റെ പ്രാണനെ അവർ വിട്ടുതരും. നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ ശിരസെടുത്ത് നീ പാണ്ഡവന്മാർക്ക് കൊടുക്ക്. വ്യാസദേവൻ പറയാണ്, നിന്നെ കൊല്ലണമെന്നൊന്നും അവർക്കില്ല, നിന്റെ ജീവനും തിരിച്ചു കിട്ടും. അത് കേട്ടപ്പം ദ്രൗണി പറയാണ്, പാണ്ഡവർക്കുള്ള രത്നങ്ങളും കൗരവർക്കുള്ള രത്നങ്ങളും അവര് നേടിക്കഴിഞ്ഞു. അവയെക്കാളെല്ലാം മെച്ചമേറിയതാണ് എന്റെ ഈ തലയിലിരിക്കുന്ന രത്നം. അതണിഞ്ഞാൽ ആദിവ്യാധികളോ ക്ഷുപ്തിപ്പിദാസികളോ ബാധിക്കില്ല. ഭൂതപ്രേതങ്ങളെയോ കള്ളന്മാരെയോ പേടിക്കേണ്ട. ഇത്രയും മഹത്തായ മണി ഞാൻ പാണ്ഡവർക്ക് കൊടുക്കണമല്ലേ? ഇത്രയും ആൾക്കാരെയും കൊന്ന് രാജ്യവും സ്വത്തും പണവും എല്ലാം നേടിയെടുത്തിട്ട് ഇനി അതിനേക്കാളെല്ലാം മുകളിലിരിക്കുന്ന ഈ രത്നം ഞാൻ എന്റെ തലേന്ന് ഊരിയിട്ട് ഇവർക്ക് കൊടുക്കണമെന്ന് നടക്കൂല. എന്നാൽ ഭവാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? അതും ഒരു കാര്യമാണ്. ശരി, ഇതാ എന്റെ ആത്മാവോടുകൂടി ഈ മണി ഞാൻ സമർപ്പിക്കുന്നു. എന്റെ അസ്ത്രം പാണ്ഡവേയരുടെ ഗർഭത്തിൽ പ്രവേശിക്കട്ടെ, അത് നിഷ്ഫലമാവില്ല. ഞാൻ അയച്ചിരിക്കുന്ന അസ്ത്രം പാണ്ഡവേയരുടെ ഗർഭത്തിലേക്ക് പോട്ടെ, അല്ലാതെ ഞാൻ ആ അസ്ത്രം പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം വ്യാസം പറഞ്ഞു, ശരി, എന്നാ അങ്ങനെ ആവട്ടെ, പാണ്ഡവേയരുടെ ഗർഭത്തിൽ അത് പതിച്ചു കൊള്ളട്ടെ. അതനുസരിച്ച് ദ്രൗണി എന്ത് ചെയ്ത് ആ അസ്ത്രത്തെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, പണ്ട് അർജുന സനുഷയെ കണ്ട് ഒരു ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട്,
കുരുക്കൾ പരിക്ഷീണിതരാകുന്ന കാലത്ത് ഉത്തരയ്ക്കൊരു മകൻ ഉണ്ടാവുമെന്ന്, ഉത്തരയ്ക്കൊരു പുത്രൻ ഉണ്ടാവുമെന്ന്. കുരുക്കള് ക്ഷീണിച്ച് അവശരാവുന്ന കാലത്ത് ഉത്തരയ്ക്കൊരു മകൻ ഉണ്ടാവുമെന്ന് പണ്ട് അർജുന സനുഷയെ കണ്ടിട്ട് ഒരു ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പരീക്ഷണത്വം ഗർഭത്തിൽ വെച്ച് അവസാനിക്കും. ഇപ്പോൾ അത് സത്യമായി ഭവിക്കുകയാണ്, ആ ബ്രാഹ്മണൻ പറഞ്ഞ വാക്ക്. എന്നിട്ട് അശ്വത്ഥാമാവിന് കൃഷ്ണന്റെ ഒരു ശാപം കിട്ടുന്നുണ്ട്. എന്താണെന്നറിയോ? ഇത് കേട്ടപ്പം ദേഷ്യം വന്ന അശ്വത്ഥാമാവ് പറഞ്ഞു, പക്ഷാപാതം മൂലം നീ പറയുന്ന ഈ വാക്ക് സത്യാവില്ല. നിനക്ക് എപ്പോഴും പാണ്ഡവന്മാരോടാണ് താല്പര്യം, നിനക്ക് പക്ഷപാതമാണ് കൃഷ്ണ. നീ പറയുന്ന ഈ വാക്ക് സത്യമാവില്ല എന്ന് പറഞ്ഞു. എന്റെ അമോഘമായിരിക്കുന്ന അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പതിച്ചു കഴിഞ്ഞാൽ പാണ്ഡവ വംശം മുഴുവൻ നശിക്കും. അതാണ് എന്റെ ആഗ്രഹം. അത് കേട്ടപ്പം ഭഗവാന് ദേഷ്യം വന്നു. ഉടനെ ഭഗവാൻ പറഞ്ഞു, ആ മഹാസ്ത്രം അമോഘമായിരിക്കും, എന്നാൽ മരിച്ചു വീഴുന്ന കുട്ടിയെ ഞാൻ ജീവിപ്പിക്കും. അവൻ പിന്നീട് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് ധർമാനുസൃതമായി 60 വർഷം രാജ്യം ഭരിക്കും. യുധിഷ്ഠിരനു ശേഷം അവനാണ് രാജാവാൻ പോകുന്നത്. അശ്വത്ഥാമാവേ, എന്നാൽ ഈ പാപകർമ്മത്തിന്റെ ഫലമായി നീ 3000 വർഷം എവിടെയും ഗതി കിട്ടാതെ എല്ലാവരാലും ത്യജിക്കപ്പെട്ട് നിർജ്ജനമായിരിക്കുന്ന പ്രദേശത്ത് നീ ചുറ്റിത്തിരിയും. ആരുടെയും സഹവാസമോ സംസർഗമോ അനുഗ്രഹമോ സഹായമോ കിട്ടാതെ പഴുത്തു നാറി കാടുകളിൽ നീ അലഞ്ഞു തിരിയും അശ്വത്ഥാമാവേ. ഒരൊറ്റ ശാപം കൃഷ്ണൻ. അപ്പം വ്യാസം പറഞ്ഞു, കേട്ടോളൂ മാതാജി, മുന്നോട്ട് കേൾക്കൂ. 3000 വർഷം അങ്ങനെ കിടക്കും എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ഉടനെ വ്യാസം പറയാണ്, ഹേ ദ്രോണപുത്ര, ബ്രാഹ്മണ കുലജാതനായിരിക്കുന്ന നീ ക്ഷാത്രധർമ്മം സ്വീകരിച്ച് ഈ ദാരുണ ക്രിയ ചെയ്തത് മൂലം ദേവകിയുടെ പുത്രനായിരിക്കുന്ന കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ സത്യമാവും. അത് കേട്ടപ്പം ഭയങ്കര നിരാശനായിപ്പോയി, ദുഃഖിതനായിപ്പോയി അശ്വത്ഥാമാവ്. ഉടനെ ശിരസിലുണ്ടായിരുന്ന ആ മണി എടുത്തിട്ട് പാണ്ഡവന്മാർക്ക് കൊടുത്തിട്ട് ഗത്യന്തരമില്ലാതെ കാട് കയറി ഭീമാർജുനന്മാര് കൃഷ്ണനോടും വ്യാസനോടും നാരദരോടും ഒക്കെ എന്താ പറയാ പ്രായോപവേശം ചെയ്യുന്ന ദ്രൗപദിയുടെ അടുത്തേക്ക് പോയി. അശ്വത്ഥാമാവ് കാട്ടിലേക്കും പോയി. അവിടെ ചെന്ന് ദേഷ്യത്തോടു കൂടിയിരിക്കുന്ന പാഞ്ചാലിക്ക് ആ രത്നം കൊടുത്തിട്ട് ഭീമസേനൻ പറഞ്ഞു, ഭദ്രേ, ഇതാ നീ ആഗ്രഹിച്ച രത്നം. നിന്റെ മക്കളെ കൊന്നവൻ തോറ്റു, പരാജിതനായി. അവന്റെ ശിരസിലുള്ള രത്നമാണിത്. ഇനി എഴുന്നേൽക്ക്, ക്ഷാത്രധർമ്മത്തെക്കുറിച്ച് നീ ചിന്തിക്ക്. ദുര്യോധനെയും ദുശാസനെയും ഒക്കെ കൊന്നിട്ട് ഞാൻ എന്റെ പ്രതിജ്ഞ നിറവേറ്റിയിട്ടുണ്ട്. ഇനി ഭവതിക്കുണ്ടായിരിക്കുന്ന അപമാനത്തിനെ എല്ലാത്തിനുള്ള പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. നിന്നെ അപമാനിച്ചവരും നിന്നെ ദ്രോഹിച്ചവരും നിന്റെ മക്കളെ കൊന്നവരെയും എല്ലാവർക്കും പണി കൊടുത്തു. ഇനി ആർക്കും ഒന്നും പറയാനാവില്ല. ബ്രാഹ്മണ്യവും ഗൗരവവും എല്ലാം ചിന്തിച്ച് ഗുരുവിന്റെ മകനെയും ജയിച്ചതിന് ശേഷം എല്ലാം വെറുതെ വിട്ടു. അവനിപ്പോ വനത്തിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഈ ചെയ്തു കൂട്ടിയന്റെ പാപഫലങ്ങളെല്ലാം ഗുരുവായിരിക്കുന്ന ദ്രോണന്റെ മകനായ അശ്വത്ഥാമാവ് അനുഭവിക്കുകയാണ്. അവന്റെ തലയിൽ ഉണ്ടായിരുന്ന മണിയാണിത്. ഇനി ആർക്കും ഒന്നും കിട്ടാനില്ല, എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടി. ഇത് കേട്ടപ്പം സമാധാനായി നമ്മുടെ ദ്രൗപദിക്ക്. ദ്രൗപദി പറഞ്ഞു, എന്റെ കടം തീർന്നു. ഗുരുപുത്രന്റെ ഈ മഹത്തായ രത്നം മഹാരാജാവ് തന്നെ ശിരസിലണിയട്ടെ. ഗുരു ദ്രോണാചാര്യരാണ് കേട്ടോ. ദ്രൗപദിയുടെ ഇഷ്ടാനുസരിച്ച് ധർമ്മപുത്രർ എന്ത് ചെയ്തു? ആ മണിയെടുത്ത് സ്വന്തം ശിരസിൽ അണിഞ്ഞു. തപസ്സിനെയും പുത്രശോകാർത്തയുമായിരിക്കുന്ന, അതായത് തപസ് ചെയ്യുന്നവളും മക്കളെ നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവളുമായിരിക്കുന്ന പാഞ്ചാലി സമാധാനത്തോടുകൂടി എഴുന്നേറ്റു. അങ്ങനെ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന രംഗത്തിന് തിരശീല വീണു. അവിടെ മഹാഭാരത യുദ്ധം അവസാനിച്ചു. എങ്കിലും യുധിഷ്ഠിരന്റെ മനസ്സിൽ വിഷമം മാറുന്നില്ല. അദ്ദേഹം കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഹേ വാസുദേവ, പാപിയായ അശ്വത്ഥാമാവിന് എങ്ങനെയാണ് ഈ ക്രൂരകൃത്യം ചെയ്യാൻ തോന്നിയത്? മഹാവിക്രമികളായിരിക്കുന്ന അനേകം യോദ്ധാക്കളെയും അജയ്യനായ ദൃഷ്ടദ്യുമ്നനെയും യുദ്ധനിപുണനായിരിക്കുന്ന എന്റെ മക്കളെയെല്ലാം ഒരു രാത്രി കൊണ്ട്
അവൻ എങ്ങനെ കൊന്നുകളഞ്ഞു? ഗുരുപുത്രൻ എങ്ങനെയാണ് ഇതിനുള്ള ശക്തി ആർജിച്ചത്? എങ്ങനെ സാധിച്ചു അവന്? അപ്പൊ ഭഗവാൻ പറയാണ്, ഇതൊന്നും അശ്വത്ഥാമാവിന്റെ ശക്തിയല്ല. അവൻ ദേവദേവശനായിരിക്കുന്ന മഹാദേവനെയാണ് അവൻ ശരണം പ്രാപിച്ചത്. ശിവൻ പ്രസാദിച്ച് അനുഗ്രഹിച്ചാൽ പിന്നെ ഒരുവന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം സാധിക്കും. ആ ശിവനെ ആരാധിച്ച് പ്രസാദിപ്പിച്ചതിന്റെ ഫലമാണ് അശ്വത്ഥാമാവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത്. വാസ്തവത്തിൽ രുദ്രഭഗവാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ദ്രൗണി ഒരു നിമിത്തം മാത്രമായിരുന്നു. ഈ അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ഒരു നിമിത്തം മാത്രമായിരുന്നു. ഭഗവാന്റെ പ്രസാദം കൊണ്ട് എല്ലാം സാധിക്കും, ശിവന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സാധിക്കും. എന്നാൽ ശിവന്റെ കോപം കൊണ്ട് എല്ലാം നശിക്കും. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ മഹാദേവനെ ആശ്രയിച്ചിട്ടാണ്. ഭഗവാനെ മഹാദേവനെ ഭജിക്കുന്നത് കൊണ്ട് അഭീഷ്ട സിദ്ധി ഉണ്ടാവും. അശ്വത്ഥാമാവിന് ഇതെല്ലാം സാധിച്ചത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതൊന്നും അശ്വത്ഥാമാവിന്റെ പ്രവൃത്തിയല്ല എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ രുദ്രനിൽ മനസ്സുറപ്പിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ വാസുദേവൻ കൃഷ്ണൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു. ഇനി വേണ്ടത് എന്താണെന്ന് ആലോചിച്ച് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ ശ്രീ മഹാഭാരതത്തില് സൗപ്തിക പർവം കഴിഞ്ഞു. ഇനി 11ാമത്തെ പർവം എന്ന് പറഞ്ഞാല് സ്ത്രീ പർവമാണ്. സ്ത്രീയല്ല, സ്ത്രീ പർവമാണ്. വലുതാണ്. ധൃതരാഷ്ട്ര സാന്ത്വനം. സ്ത്രീയല്ല, സ്ത്രീ, പെണ്ണ്, സ്ത്രീ പർവം. ഇനി ധൃതരാഷ്ട്രരുടെ സാന്ത്വനമാണ്. സഞ്ജയൻ കുറെ യുദ്ധത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടി സഞ്ജയൻ പറഞ്ഞു കേട്ടപ്പോഴേക്കും ധൃതരാഷ്ട്രർക്ക് ഒരു മനസമാധാനവും ഇല്ല. മനസ്സാകെ തളർന്നു. 100 മക്കളും മരിച്ചു പോയതിനെ കുറിച്ച് ആലോചിച്ച് ധൃതരാഷ്ട്രർ കരയാൻ തുടങ്ങിയപ്പം സഞ്ജയൻ അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിച്ചു. രാജാവേ, ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞു അല്ലെ? അങ്ങയുടെ ആലോചനയില്ലായ്മയും അങ്ങയുടെ ഒരു അന്ധമായിരിക്കുന്ന മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും അതുകൊണ്ടൊക്കെ അല്ലേ ഇത് സംഭവിച്ചത്. ഇനി ദുഃഖം കൊണ്ടൊന്നും നേടാനില്ല. യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള മക്കളും ബന്ധുജനങ്ങളും ശേഷക്രിയകളൊക്കെ ചെയ്യണം. അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. അല്ലാതെ ഇനിയിപ്പൊ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. സഞ്ജയൻ പറഞ്ഞത് കേട്ടപ്പം ധൃതരാഷ്ട്രർക്ക് വേണ്ടപ്പെട്ടവരുടെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് ധൃതരാഷ്ട്രര് ഒരു വെട്ടേറ്റ മരം പോലെ അങ്ങ് താഴെ വീണു. ദുഃഖം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അദ്ദേഹം എന്ത് ചെയ്ത്, എല്ലാവരും കൂടെ വന്ന് അദ്ദേഹത്തെ എഴുന്നേപ്പിച്ചൊക്കെ ഇരുത്തി. ബോധം തെളിഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. ഈ ലോകത്തിൽ മക്കളും ബന്ധുക്കളൊക്കെ മരിച്ചുപോയ ഞാൻ ഈ അവസാന കാലത്ത് വാർദ്ധക്യത്തില് എങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാനാ? എനിക്കിനി ആരുമില്ല, ബന്ധുക്കളില്ല, മിത്രങ്ങളില്ല, മക്കളില്ല, ആരുമില്ല, എല്ലാവരും മരിച്ചുപോയി. വ്യാസൻ, നാരദൻ, കൃഷ്ണർ, അങ്ങനെ പലരും എന്നോട് ദുര്യോധനനെ നിയന്ത്രിക്കുക എന്ന് പല തവണ പറഞ്ഞു. ഭീഷ്മരും വിതുരരും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു. അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ എനിക്ക് തോന്നിയില്ല. പകരം ശകുനിയും കർണനും പറയുന്നത് മാത്രം കേട്ടാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം സംഭവിച്ചത്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പല 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 ദുരിതങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. ഇന്ന് എന്റെ അത്ര ദുഃഖിക്കുന്ന ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മരണത്തിന് പോലും എന്നെ ഇപ്പൊ വേണ്ട. ഞാൻ മരിച്ചാൽ പോലും എനിക്ക് ശാന്തി കിട്ടില്ല. പാണ്ഡവന്മാർ എന്നെ വന്ന് കാണട്ടെ, അവരുടെ മനോഭാവം എന്താണെന്ന് എനിക്ക് അറിയണം. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന
നമ്മുടെ ധൃതരാഷ്ട്രരെ സഞ്ജയൻ വീണ്ടും സമാധാനിപ്പിച്ചു. രാജാവേ, ഇങ്ങനെ ദുഃഖിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? ഇതെല്ലാം സ്വയം വരുത്തി വെച്ച വിനയല്ലേ? എത്ര ആളുകൾ അങ്ങയുടെ അടുത്ത് വന്ന് ഉപദേശിച്ചതാ, അതൊന്നും അന്ന് അങ്ങ് അനുസരിച്ചില്ലല്ലോ. മക്കള് പാണ്ഡവന്മാരുടെ ക്രോധാഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലെ? പാണ്ഡവന്മാർക്കുണ്ടായ ആ ദേഷ്യത്തെ കൗരവന്മാരായിരിക്കുന്ന അങ്ങയുടെ മക്കള് പാണ്ഡവന്മാരുടെ ദേഷ്യത്തെ വീണ്ടും 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 കൂട്ടിക്കൊണ്ടാണ് ഇരുന്നത്. അങ്ങ് അത് അനുവദിച്ചും കൊടുത്ത് ആ അഗ്നിയില് അങ്ങയുടെ മക്കളും രാജാക്കന്മാരും ഒക്കെ പാണ്ഡവന്മാരുടെ ആ ദേഷ്യമാകുന്ന അഗ്നിയില് പാറ്റകളെ പോലെ വീണ് മരിച്ചു. ഇങ്ങനെയെല്ലാം സംഭവിക്കണം എന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമായിരിക്കും. ബുദ്ധിയുള്ളവരൊക്കെ ഇങ്ങനെ കിടന്ന് ദുഃഖിക്കോ രാജാവേ? ഇങ്ങനെ ഒരു അറിവില്ലാത്ത ഒരാളെ പോലെ പെരുമാറില്ലേ രാജാവേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കൂ, അല്ലാതെ ഇങ്ങനെ കിടന്ന് ദുഃഖിക്കല്ലേ. ബുദ്ധിയും അറിവും ഇല്ലാത്തവരാണ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് എന്താ ഈ കാണിക്കുന്നത്? ഉടനെ നമ്മുടെ വിതുരരുടെ ഉപദേശമാണ്. വിതുരരും രാജാവിനെ അങ്ങ് സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് ധൈര്യമായിരിക്കൂ. എല്ലാ ജീവികളും മരിക്കും അല്ലെ? ഞാനും മരിക്കും, അങ്ങും മരിക്കും. സമയം വരുമ്പോ മരണം അനിവാര്യമാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അഭിവൃദ്ധിയും എല്ലാ സത്കീർത്തിയും എല്ലാം ക്ഷയിക്കും, എല്ലാം നശിക്കും. അതുപോലെ ഉന്നതി എന്ന് പറയണത്, ഉയർച്ച എന്ന് പറയണത് ഒരു നാശത്തിലേ അവസാനിക്കും. സംയോഗങ്ങളുടെ അവസാനം വിയോഗമാണ്, ജീവിതത്തിന് മരണവും. ലോകത്തിൽ ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്. സർവേക്ഷയാന്താ നിജയാ പദാനന്ദാ സമുച്ഛയാ സംയോഗാ വിപ്രയോഗാന്താ മരണാന്തം ച ജീവിതം. ഇതെല്ലാത്തിന്റെ അവസാനം മരണമാണ്. മരണം വരുന്നു വിചാരിച്ചിട്ട് ക്ഷത്രിയന്മാരാരും യുദ്ധം ചെയ്യാതിരിക്കില്ല രാജാവേ. യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ മരിക്കും. ജീവികൾ എവിടെ നിന്ന് വന്നോ കുറച്ചു കാലം ഒന്നിച്ചുകൂടി ജീവിച്ച് എല്ലാ ജീവികളും തിരിച്ചു പോകും. ഒരു സമയമാകുമ്പോ ജീവികൾ പലയിടത്തുനിന്ന് വരും. എന്നിട്ടോ ഒരുമിച്ച് കൂടി കുടുംബമാണ്, അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണെന്നും പറഞ്ഞ് ജീവിക്കും. കുറച്ചു കാലം കഴിയുമ്പം ഈ ജീവികൾ ഓരോരുത്തരും മരിച്ചു മരിച്ചു മരിച്ച് എവിടെന്നോ വന്ന് എവിടേക്കോ പോകും. അതാണ് ഈ ലോകത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതിൽ ഇത്ര വേദനിക്കാൻ എന്തിരിക്കുന്നു? മരിക്കണമെന്ന് വിചാരിച്ചാൽ മരിക്കാൻ പറ്റൂ? മരിക്കേണ്ട എന്ന് വിചാരിച്ചാലും മരിക്കാതിരിക്കാൻ കഴിയില്ല അല്ലെ? കാലം വരുമ്പോ എല്ലാവരും മരിക്കും. അതിലിത്ര ദുഃഖിക്കുന്നത് എന്തിനാ രാജാവേ? അങ്ങയുടെ മക്കളെല്ലാം യുദ്ധത്തില് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്ഷത്രിയന്മാർക്ക് ഉചിതമായ സ്ഥലത്തേക്കല്ലേ അവരെത്തിയിരിക്കുന്നത്. അതിലെന്തിനാണ് അങ്ങ് ഇങ്ങനെ കിടന്ന് ആവലാതിപ്പെടുന്നത്? പിന്നെ ഈ ലോകത്തിൽ ആരോടാ രാജാവേ ബന്ധമുള്ളത്? ആർക്കും ആരോടും ഈ ലോകത്തിൽ ശാശ്വതമായ ഒരു ബന്ധം ഇല്ല രാജാവേ. എവിടെന്നോ വന്നു എങ്ങോട്ടോ പോയി എന്നല്ലാതെ സ്ഥിരമായി അങ്ങയുടെ മക്കളായിട്ട് അവർ ഈ ലോകത്ത് ജീവിക്കില്ല. അങ്ങോട്ട് സ്ഥിരമായി അവരുടെ അച്ഛനായിട്ടും ഈ ലോകത്ത് ജീവിക്കില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് രാജാവ് ദുഃഖിക്കുന്നത്? അദർശനാഥാ പതിതാ പുനശ്ചാദർശനം ഗതാ നൈധേ തവ ന ത്വേഷാം ധൂം തത്രഘാ പരിദേവനാ. അച്ഛനമ്മമാരായാലും ശരി, മക്കളും മക്കളായാലും ശരി, ഈ ലോകത്തില് അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങയുടെ മക്കളുടെ മക്കള്, മക്കളെ മക്കള് ഇങ്ങനെ തലമുറകൾ ഉണ്ടാവും. അവരാർക്ക് വേണ്ടി, നമ്മൾ ആർക്ക് വേണ്ടി എന്നൊക്കെ നമ്മൾ നല്ലോണം ആലോചിക്കുക. ഒരു സമയം വരുമ്പോ അവരെ ലോകത്ത്, നമ്മൾ നമ്മുടെ ലോകത്ത്. നമ്മുടെ അച്ഛന്റെ അച്ഛൻ ആരാന്ന് നമുക്കറിഞ്ഞൂടാ. ഇന്നിപ്പോ അവര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭാരവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ദുഃഖത്തെ അങ്ങ് കളയൂ രാജാവേ. ധൈര്യം ഉൾക്കൊള്ളൂ രാജാവേ. മരണം അനിവാര്യമാണ്, അതിലങ്ങ് ഇങ്ങനെ തളരരുത്. ശോകസ്ഥാനാ സഹസ്രാണി ഭയസ്ഥാനാ ശതാനി ച ദിവസേ ദിവസേ മൂഢമാവിശന്തീന പണ്ഡിതം. ദിവസങ്ങൾ കഴിയുന്തോറും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതിലൊന്നും അങ്ങ് ഇങ്ങനെ വിഡ്ഢിത്തരത്തം ചിന്തിച്ചുകൊണ്ട് ജീവിച്ച് സമയം കളയരുത്.
മൂഢന്മാർക്ക് എപ്പോഴും, വിവരമില്ലാത്തവർക്ക് എപ്പോഴും ദുഃഖവും ഭയവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പണ്ഡിതന്മാരായിരിക്കുന്ന ആൾക്കാര്, അറിവുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധിക്കില്ല. കാലന് ശത്രുവില്ല, മിത്രവുമില്ല. എല്ലാവരെയും അത് ബാധിക്കും. കാലത്തെ ഒഴിഞ്ഞു മാറാൻ ആർക്കാ സാധിക്കുക? കാലത്തെ ജയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്ത് സാധാരണമായ ഒരു കാര്യമാണ് രാജാവേ. സ്വന്തം എന്ന് വിചാരിക്കുന്ന എന്ത് വസ്തുവാണെങ്കിലും നശിച്ചു പോകുമ്പോ വിവരമില്ലാത്തവര് കിടന്ന് ആവലാതിപ്പെടും, കരയും. വിവരമുള്ളവര് അതിൽ യാതൊരു വികാരഭേദവും ഇല്ലാതെ നിൽക്കും. അതുകൊണ്ട് ദുഃഖത്തെ നമ്മൾ ജയിക്കണം രാജാവേ. ദുഃഖത്തിൽ നമ്മൾ അടിമപ്പെട്ടു പോവരുത്. ആത്മൈവാഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മന ആത്മൈവാഹാത്മ്യാത്മന സാക്ഷീകൃതസ്യാപകൃതസ്യ ച. ദുഃഖത്തെ നമ്മൾ ജയിക്കൂ. ശുഭേന കർമ്മണ സൗഖ്യം ദുഃഖം പാപേന കർമ്മണ കൃതം ഭവതി സർവത്ര നാകൃതം വിദത്യേ ക്വചിത്. നമ്മുടെ ബന്ധു, നമ്മുടെ ശത്രു, ഇതൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ്. തന്റെ എല്ലാ കാര്യങ്ങളും, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അറിയുന്നുമുണ്ട്. നല്ല കർമ്മം ചെയ്താൽ സുഖവും ചീത്ത കർമ്മം ചെയ്താൽ ദുഃഖവും ഉണ്ടാവും. ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് രാജാവേ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ചെയ്യാത്തതൊന്നും നമ്മൾ അനുഭവിക്കേണ്ടി വരൂല. മനസ്സിലായില്ലേ? അതെന്ത് കർമ്മം നമ്മൾ ചെയ്താലും ചെയ്ത കർമ്മം ശരിയല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും. ചെയ്ത കർമ്മം ശരിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല. ദുഃഖത്തെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട രാജാവേ, അതിനൊരു അവസാനവും ഉണ്ടാവില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ധൃതരാഷ്ട്രരുടെ ദുഃഖം ഈ ഉപദേശം വിതുരര് പറഞ്ഞു കേട്ടപ്പം ധൃതരാഷ്ട്രർ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിതുരരുടെ ഉപദേശം കൊണ്ട് എന്റെ വിഷമത്തിന് കുറച്ച് സമാധാനമുണ്ട്. എന്നാൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഇഷ്ടങ്ങളായിരുന്ന, ഞാൻ വളരെയധികം സ്നേഹിച്ച എൻ്റെ മക്കള്, എൻ്റെ ബന്ധുമിത്രാദികള്, അവരെല്ലാവരും പോയപ്പോ ഉണ്ടായ ആ ശൂന്യത, അത് നികത്താൻ എനിക്ക് ആവുന്നില്ല. പണ്ഡിതന്മാര് ആ ദുഃഖത്തിനെ എങ്ങനെയാണ് പറഞ്ഞത്? എനിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോ വിതുരര് പറഞ്ഞു, ഏതേതു കാര്യം കൊണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണോ നമ്മുടെ മനസ്സിൽ നിന്ന് ദുഃഖവും സുഖവും വിട്ടൊഴിയുന്നുവോ അതാതു കാര്യങ്ങളിൽ മനസ്സുറപ്പിച്ച് പണ്ഡിതന്മാർ ശാന്തി കൈക്കൊള്ളുന്നു. അതായത് നമ്മുടെ മനസ്സിൽ അത്രയും വലിയ ദുഃഖം വന്നു കഴിഞ്ഞാൽ, നമ്മളൊരൊറ്റപ്പെട്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, എന്ത് കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിയാലാണോ നമുക്ക് ആ ശൂന്യത അനുഭവപ്പെടാതിരിക്കുക, ആ കാര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റണം എന്നാണ് പറയുന്നത്. അമിതമായിരിക്കുന്ന ഏകാന്തതയും ദുഃഖവും നമ്മളെ പിടിമുറുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ദുഃഖം അങ്ങ് മാറും. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി തരും. ഇതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. ചില സമയത്ത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങി സന്ധ്യയ്ക്ക് പെട്ടെന്ന് കണ്ണു തുറന്നാൽ നമുക്കൊരു നിരാശ അനുഭവപ്പെടും. എന്തോ ഒരു ഏകാന്തത, നിരാശ, ഒരു ടെൻഷൻ, ഇതൊക്കെ അനുഭവപ്പെടും. വല്ലാത്തൊരവസ്ഥ നമ്മളിലേക്ക് പിടികൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് നല്ല ഒരു കീർത്തനം മൊബൈലിൽ അങ്ങ് വെച്ച് കുളിച്ച് നല്ലൊരു കാപ്പിയൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് ചിരട്ടയും സാമ്പ്രാണിയും വെച്ച് പുകച്ച് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നനച്ച് കുറച്ചു നേരം ധ്യാനത്തിലിരിക്കുന്ന പോലെ ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഏകാന്തത മാറിക്കിട്ടും. എന്നിട്ട് കുക്കിങ്ങിലേക്കൊക്കെ തിരിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. അല്ലാതെ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി വൈകുന്നേരമായി നമ്മളൊരു അപ്സെറ്റായ മൈൻഡോട് കൂടി വന്ന് എഴുന്നേറ്റിരുന്നാൽ ആ രാത്രി മുഴുവൻ അപ്സെറ്റായിട്ടേയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നു പണ്ഡിതന്മാര്, എവിടെയാണോ നമ്മുടെ മനസ്സ് ദുഃഖത്തിൽ അടിമപ്പെട്ടു പോകുന്നത് ആ സമയം നമ്മൾ നമ്മുടെ മനസ്സിനെ ആ ദുഃഖത്തിൽ നിന്ന് പിന്മാറ്റണം എന്നാ പറയുന്നത്. ഈ ലോകത്തില് ഒന്നും ശാശ്വതമായിട്ടില്ല, എല്ലാം നശിക്കും. എല്ലാം വാഴത്തടി പോലെ കാതലില്ലാത്തതാണ്. വാഴയുടെ തടി എങ്ങനെയാണ്? ഉള്ളു പൊള്ളയാണ്. അതേപോലെയാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും.
ധനികന്മാരും ദരിദ്രന്മാരും അറിവുള്ളവരും അറിവില്ലാത്തവരും ജ്ഞാനികളും അജ്ഞാനികളും എല്ലാവരും ശ്മശാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ തുല്യരാണ്. അത് പണമുള്ളവനാട്ടെ പണമില്ലാത്തവനാട്ടെ അറിവുള്ളവനാട്ടെ അറിവില്ലാത്ത ആരായാലും ശരി, ശ്മശാനത്തിലെത്തിയോ തുല്യമാണ്. ജീവിച്ചിരിക്കുമ്പോ കാണുന്ന വ്യത്യാസമൊന്നും മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇല്ല, ഒരേപോലെയാണ്. ആര് മരിച്ചാലും അതൊരുപോലെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ പണമുള്ളവനെന്നോ സൗന്ദര്യമുള്ളവനെന്നോ അറിവുള്ളവനെന്നോ ഒക്കെ സ്ഥാനമാനങ്ങൾ കൊണ്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. ദേഹങ്ങൾ ഒരു വീട് പോലെയാണ്. ശരീരം എന്ന് പറഞ്ഞ ഒരു വീട് പോലെയാണ്. കുറച്ചു കാലം അവിടെ നമ്മുടെ ആത്മാവ് അങ്ങ് താമസിക്കും ആ വീട്ടില്, പിന്നെ ആത്മാവ് അങ്ങോട്ട് പോവും. സത്യം മാത്രമേ നിലനിൽക്കൂ, മറ്റൊന്നും നിലനിൽക്കില്ല. മരണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും സംഭവിക്കും. ഇതാലോചിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്, സുഖദുഃഖങ്ങളിൽ നിന്ന് പണ്ഡിതന്മാര് മനസ്സിനെ അങ്ങോട്ട് മാറ്റിക്കളയണം. അങ്ങനെയുള്ള മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ച പണ്ഡിതന്മാരാണ് സദ്ഗതി നേടുന്നത്. അല്ലാതെ ദുഃഖിച്ച് 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 ഇങ്ങനെ ഇരുന്നാൽ സദ്ഗതി കിട്ടൂല. മരണസമയത്തും ആ ദുഃഖം തന്നെ നമ്മളെ അലട്ടും. സമാധാനത്തോടെ ജീവിച്ച് സമാധാനത്തോടെ മരിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് സദ്ഗതി കിട്ടൂല. പിന്നീട് വിദുരര് ഒരു ഉപമ കൊണ്ട് ഈ ലോകത്തിന്റെ ഗഹനത രാജാവിന് പറഞ്ഞു കൊടുക്കാണ്. ഒരിക്കല് ഒരു ബ്രാഹ്മണൻ ഒരു കാട്ടിന്റെ നടുക്ക് പോയി പെട്ടു. അവിടെ ഒരു സിംഹം, പുലി, അങ്ങനെയുള്ള കുറേ മൃഗങ്ങളെ കണ്ടിട്ട് ഈ ബ്രാഹ്മണൻ പേടിച്ചോടി. ഭയങ്കര ദുഷ്ടന്മാരായിരിക്കുന്ന കുറെ മൃഗങ്ങള്, അവരുടെ പിടിയിൽ നിന്ന് ബ്രാഹ്മണന് രക്ഷയില്ല. കുറേ ദൂരം ഓടിയപ്പോ ഒരു വലിയ ഘോരമായിരിക്കുന്ന ഒരു സ്ത്രീ വല കെട്ടി നിൽക്കുന്ന പോലെ ഒരു കാട്ടിലെത്തി. വലിയൊരു സ്ത്രീ നിൽക്കുന്നത് പോലത്തെ ഒരു കാട്. അങ്ങനത്തെ ഒരു കാട്ടില് ഈ ബ്രാഹ്മണൻ എത്തി. 5 തലയുള്ള നാഗങ്ങള് ഉയർന്നു നിൽക്കുന്ന ആ കാട്ടില് പുല്ലുകൊണ്ട് മൂടിപ്പോയൊരു കിണറുണ്ടായിരുന്നു. ഓടിപ്പോകുമ്പോ ഈ ബ്രാഹ്മണൻ അറിയാതെ ആ കിണറ്റിലോട്ട് വീണ്. കിണറ്റിന്റെ നടുക്ക് തൂങ്ങി നിന്ന ഒരു വള്ളിയിൽ പിടിച്ചിട്ട് അയാൾ ഇങ്ങനെ തല കീഴായിട്ട് നിൽക്കുകയാണ്. കിണറ്റിന്റെ അകത്തൊരു വള്ളിയുണ്ട്. ആ വള്ളിയിൽ തൂങ്ങിപ്പിടിച്ച് തല താഴോട്ടായിട്ട് ഈ ബ്രാഹ്മണൻ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ അടിയിൽ ഒരു ഭയങ്കരമായ ഒരു സർപ്പം പത്തി ഉയർത്തി നിൽക്കുകയാണ് ആ കിണറ്റിന്റെ അടിയിൽ. മീതെ അതിന്റെ മുകളിലാണെങ്കിലോ 6 മുഖവും 12 കാലുമുള്ള ഒരു കൊമ്പനാന ചുറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനൊക്കെ ആണെങ്കിലും കിണറ്റിന്റെ വക്കത്ത് നിൽക്കുന്ന മരത്തിന്റെ കൊമ്പത്ത് തേനീച്ചക്കൂട്ടിൽ നിന്ന് ഒഴുകുന്ന തേനിങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. കിണറ്റിന്റെ അകത്തേക്ക് വീണു ബ്രാഹ്മണൻ. താഴെ വലിയ സർപ്പം, മേലെ വലിയ കൊമ്പനാന. പക്ഷെ ആ കിണറ്റിന്റെ സൈഡില് കുറച്ച് തേനീച്ചക്കൂടുണ്ടായിരുന്നു. അതിൽ നിന്ന് തേൻ ഒഴുകുന്നുണ്ട്. ആ തേന് ഈ ബ്രാഹ്മണൻ നാവ് നീട്ടിക്കൊണ്ട് ഇങ്ങനെ നക്കി കുടിക്കാൻ തുടങ്ങി. ആ തേൻ കുടിക്കുന്നതിനുള്ള ആഗ്രഹം അയാൾക്കുള്ളിൽ വീണ്ടും വീണ്ടും ഉണ്ടായി. താൻ തൂങ്ങി നിൽക്കുന്ന വള്ളിയുടെ മൂലം ഒരു എലി ഇങ്ങനെ കരണ്ടോണ്ടിരിക്കുകയാണ് ആ സമയത്ത്. എങ്കിലും ജീവിക്കണം എന്നുള്ള ആഗ്രഹം അവനെ വിട്ടൊഴിയുന്നില്ല ആ ബ്രാഹ്മണന്. ഇതാണ് സംസാരത്തിന്റെ നില, ഇതാണ് ഈ ലോകത്തിന്റെ രീതി. താഴെ വലിയ സർപ്പം, മേലെ വലിയ ആന, ഇപ്പുറത്ത് നല്ല രുചിയായ തേന് പിടിച്ചു തൂങ്ങി നിൽക്കുക. അതിന്റെ അറ്റാണെങ്കിലോ ഒരു എലി കരണ്ടോണ്ടിരിക്കുക. അതായത് നമ്മൾ നിൽക്കുന്നതിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ലോകത്തിന്റെ രീതി എന്നാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? വിദുരർ പറഞ്ഞു കൊടുക്കുന്നത്. ഈ കഥയിൽ കാട് എന്ന് പറയുന്നത് സംസാരമാണ്, അതായത് ഈ ലോകമാണ്. ക്രൂര മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യാധികൾ, ചിന്തകൾ, ആലോചനകൾ. കാട് രക്ഷിക്കുന്ന മഹാസ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ജരാനരകളാണ്, പ്രായം. കൂപം എന്ന് പറയുന്നത് ഈ ദേഹം തന്നെയാണ്. ചുവട്ടിലുള്ള സർപ്പം എന്ന് പറയുന്നത് കാലനാണ്, എപ്പോ വേണേലും നമ്മളെ കൊണ്ടുപോകും. അവൻ തൂങ്ങി നിൽക്കുന്ന വള്ളി എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ ഒരു പിടിവള്ളിയാണ്. കൊമ്പനാന എന്ന് പറയുന്നത് സംവത്സരങ്ങൾ, യുഗങ്ങളാണ്.
6 മുഖങ്ങൾ എന്ന് പറയുന്നത് 6 ഋതുക്കളാണ്. 12 കാലുകൾ എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. വൃക്ഷത്തിൽ നിന്നൊഴുകുന്ന മധു എന്ന് പറയുന്നത് കാമമാണ്. ആ കാമത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇന്ന് 1008 പ്രശ്നങ്ങളിൽ കിടന്നാലും ശരി, കാമം വിട്ടൊഴിയൂല. കാമം കിട്ടുമ്പോ പ്രശ്നങ്ങളും മറക്കും, എല്ലാം മറക്കും. ഇങ്ങനെ സംസാര ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതറിയുന്ന ബുദ്ധിമാന്മാര് ഒരിക്കലും ദുഃഖത്തിൽ പെടൂല. ഇതാണ് ലോകമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദുഃഖത്തിൽ പോയി തലവെക്കില്ല. അല്പബുദ്ധികൾ എന്താ ചെയ്യാ? മേലും താഴെയുള്ള അപകടത്തെ ഒന്നും കാണില്ല. മേലെ അപകടമുണ്ട്, താഴെ അപകടമുണ്ട്. ഇതൊന്നും അല്പബുദ്ധികളായ ആൾക്കാർ കാണൂല. അവരിങ്ങനെ താൽക്കാലികമായ സുഖത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിച്ചു പോകും. അവരാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്? ദുഃഖത്തിൽ പെട്ടുപോകുന്നത്. അല്ലാത്തവരെന്ത് ചെയ്യും? ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടും. നമ്മൾ ഏത് സമയവും നഷ്ടപ്പെട്ടു പോകും. നമ്മൾക്ക് ഇതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഇത് കഴിഞ്ഞപ്പോൾ വ്യാസൻ ഉപദേശിക്കാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഉപദേശങ്ങൾ കേൾക്കും തോറും ഇപ്പോ ധൃതരാഷ്ട്രരുടെ മുഖം തെളിഞ്ഞു വരാൻ തുടങ്ങി. അന്ന് മക്കളുണ്ടായപ്പം ധൃതരാഷ്ട്രരെ ആരൊക്കെ ഉപദേശിച്ചാലും കേൾക്കില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ധൃതരാഷ്ട്രരുടെ മുഖമൊക്കെ ഒന്ന് ഇച്ചിരി തെളിഞ്ഞൊക്കെ തുടങ്ങി. മക്കളുടെ ദുഃഖം കൊണ്ട് ഇപ്പൊ ഈ കഥയൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് വീണ്ടും ആലോചിച്ചു, അയ്യോ എന്റെ മക്കള്. അതാലോചിച്ചപ്പോ അദ്ദേഹം വീണ്ടും തറയിലങ്ങ് വീണു. ഉടനെ എല്ലാരും കൂടി അദ്ദേഹത്തെ വീണ്ടും അങ്ങ് പൊക്കിയെടുത്തു. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം കേട്ടോ, ആ ലൈവ് കട്ടായി പോയി. മഹാഭാരതത്തിന്റെ ബാക്കി ഭാഗമാണ്. ദയവായി ഈ നമ്പറിലേക്ക് ആരും വിളിക്കരുത് പ്ലീസ്. ഒരാൾ പോലും ഈ നമ്പറിലേക്ക് വിളിക്കരുത്. എനിക്ക് ലൈവ് എടുക്കാനുള്ളതാണ് ഈ ഫോണിൽ. നിങ്ങളുടെ ഗ്രൂപ്പുള്ള നമ്പറിലേക്ക് ആരും വിളിക്കരുത്. എല്ലാവരും വരട്ടെ. വന്ന ഉടനെ ബാക്കി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വരട്ടെ കേട്ടോ, വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഈ ഗ്രൂപ്പിന്റെ നമ്പർ ഇല്ലേ, നിങ്ങളുടെ ഗ്രൂപ്പുള്ള നമ്പറിലേക്ക് ആരും വിളിക്കരുത് കേട്ടോ. വിളിച്ചു കഴിഞ്ഞാൽ ലൈവ് എടുക്കുന്ന ഫോണാണ്, അത് കട്ടായി പോകും. കോള് ലൈവ് കട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യരുത് എന്ന്. മഞ്ജരീസിന്റെ ഫോൺ മാത്രം യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരു കോള് വന്നതാണ്, നമ്മുടെ ആ ലൈവ് ഡിസ്കണക്ട് ആയത്. അതുകൊണ്ട് ദയവായി ആരും നിങ്ങളുടെ ഗ്രൂപ്പുള്ള നമ്പറിലേക്ക് വിളിക്കരുത്. അയ്യോ, അവര് വീണ്ടും വിളിക്കുന്നു. നമ്പറിലേക്ക് ആരും വിളിക്കല്ലേ പ്ലീസ്. ഞാൻ കാല് പിടിച്ച് പറയാണ്, ഈ നമ്പറിലേക്ക് വിളിക്കല്ലേ. ഇത് ലൈവ് എടുക്കുന്ന ഫോണാണ്, ഇതിലേക്ക് വിളിച്ചാൽ കട്ടായി പോവും. മഞ്ജരീസിന്റെ നമ്പർ മാത്രം ഉപയോഗിക്കൂ. 9342494941 എന്ന നമ്പർ മാത്രം യൂസ് ചെയ്യൂ. ഈ നമ്പർ ഒന്നിനും യൂസ് ചെയ്യല്ലേ. മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ ഒന്നിനും യൂസ് ചെയ്യല്ലേ. ഞാൻ അതിൽ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഗ്രൂപ്പ് ഇതിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും മഞ്ജരീസിലേക്ക് വിളിക്കാം, മഞ്ജരീസിലേക്ക് മാത്രം മെസ്സേജ് ഇടുക. ഈ ഫോൺ യൂസ് ചെയ്യരുത്. അതാണ് ഇതിങ്ങനെ കട്ടായി പോയത്. ഇപ്പൊ എല്ലാവരും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കോള് ഇത് കട്ടായി. എനിക്കാണെങ്കിൽ ആ ക്ലാസ് പോസ്റ്റ് ചെയ്യാനും പറ്റുമോ ഇല്ലേന്ന് എനിക്ക് പറയില്ല പേജില്. എന്താ പറയാ, ശരി വിട്. അങ്ങനെ എന്തായി, നമ്മുടെ വ്യാസൻ ഉപദേശിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ധൃതരാഷ്ട്ര വീണ്ടും തല കറങ്ങി താഴെ വീണു. അപ്പൊ എല്ലാവരും പൊക്കിയെടുത്തിരുത്തി അദ്ദേഹത്തെ സമാധാനിപ്പിച്ച്
ഇങ്ങനെ വെള്ളമൊക്കെ കൊടുത്തിരുത്തി. വിതുരരും വ്യാസനും മറ്റ് കുടുംബക്കാരും സഞ്ജയനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വളരെ നേരം കഴിഞ്ഞപ്പം ധൃതരാഷ്ട്രർക്ക് ബോധം വന്നപ്പം അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. എൻ്റെ ദുഃഖത്തിന് ഒരു പരിഹാരവും ഞാൻ കാണുന്നില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും മരിച്ചു. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ജീവനില്ലാതെ എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. എങ്ങനെങ്കിലും എനിക്കൊന്ന് മരിച്ചാ മതി എന്നും പറഞ്ഞ് വീണ്ടും 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 നമ്മുടെ ധൃതരാഷ്ട്ര കരയാൻ തുടങ്ങി. ഇങ്ങനെ പലതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാജാവിനോട് വ്യാസദേവൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ബുദ്ധിയുള്ള ഒരാളല്ലേ, അറിവുള്ള ഒരാളല്ലേ, ധർമ്മവും അർത്ഥവും കുശലവും എല്ലാം എന്താണെന്ന് അറിയുന്ന ഒരാളല്ലേ അങ്ങ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ ജീവിച്ചാലും മരിച്ചാലും ഒക്കെ ഒരുപോലെയാണ്. അങ്ങിങ്ങനെ വേദനിക്കല്ലേ. പാണ്ഡവന്മാർ അങ്ങയെ അച്ഛനെ പോലെ സ്നേഹിക്കും, അതുപോലെ ആദരിക്കും, അത് ഉറപ്പാണ്. അങ്ങ് ജീവിച്ചിരിക്കൂ. ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രാജാവേ? പണ്ട് ദേവസഭയിൽ നിന്ന് കേട്ട ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കല് ഞാൻ ദേവസഭയിൽ ചെന്നപ്പോ ഭൂമി ദേവി ദുഷ്ടന്മാരെ കൊണ്ടുള്ള ഭാരം സഹിക്കാൻ പറ്റാണ്ട് ഒരു സങ്കടം പറഞ്ഞു. അപ്പോ വിഷ്ണു ഭഗവാൻ ഭൂമി ദേവിയെ സമാധാനിപ്പിച്ചു. ധൃതരാഷ്ട്രരുടെ മക്കളില് ജ്യേഷ്ഠനായിരിക്കുന്ന ദുര്യോധനൻ നിന്റെ കാര്യം ശരിപ്പെടുത്തി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുര്യോധനനെ കൊണ്ട് ആണല്ലോ ഇപ്പൊ ഇവിടെ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായിരുന്നത്. കുറെ ദുഷ്ടരായിരിക്കുന്ന ജനങ്ങളെല്ലാം പോകും, ഭൂമിദേവിയുടെ ഭാരം കുറയുന്നു പണ്ട് ഭഗവാൻ പറഞ്ഞിരുന്നു. ദുര്യോധനൻ അത് റെഡിയാക്കുന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ റെഡിയായി. അവന് വേണ്ടി കുരുക്ഷേത്രത്തിൽ എത്തുന്ന ലക്ഷോപലക്ഷം ജനങ്ങള് ആയുധങ്ങൾ കൊണ്ട് തമ്മിൽ തല്ലി മരിക്കും. അപ്പോ നിന്റെ ഭാരം ഒന്ന് കുറയും. ഈ മകൻ ലോകത്തെ സംഹരിക്കുവാൻ കലിയുടെ അംശമായിട്ട് പിറന്നവനാണ് ഈ ദുര്യോധനൻ. ശകുനിയും കർണനും മറ്റു രാജാക്കന്മാരും ഒക്കെ ലോക സംഹാരത്തിന് നിന്റെ മകനെ സഹായിക്കാനായിട്ട് ജനിച്ചവനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇങ്ങനെ വിഷമിക്കല്ലേ. അധർമ്മോ ധർമ്മധാം യാതി സ്വാമി ചേത് ധാർമ്മികോ ഭവേത് യാദൃശ്യോ ജായതേ രാജാ താദൃശ്യോസ്യ ജനോ ഭവേത്. രാജാവിനനുസരിച്ചേ പ്രജകൾ ഉണ്ടാവും. രാജാവ് ധർമ്മം ചെയ്യുന്നവനാണെങ്കിൽ അവിടെ ധർമ്മം വരും. രാജാവ് അധർമ്മം ചെയ്യുകയാണെങ്കിൽ അവിടെ അധർമ്മം വരും. അതുകൊണ്ട് ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണ്. ദുഃഖിക്കേണ്ട കാര്യമില്ല. പാണ്ഡവന്മാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദുഷ്ടരായ നിന്റെ മക്കൾ അവരുടെ അഹങ്കാരം കൊണ്ടാണ് ഇതെല്ലാം നശിച്ചത്. നാരദന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. പാണ്ഡവന്മാർ യുദ്ധം ഇല്ലാതാക്കാൻ ഒരുപാട് ശ്രമിച്ചു. കൃഷ്ണനും വന്ന് ഉപദേശിച്ചു അല്ലെ. എന്നിട്ട് അതൊന്നും കേൾക്കാണ്ട് യുദ്ധവും ഉണ്ടായി. അതുകൊണ്ട് ശരീരം പോയി എന്നൊന്നും പറഞ്ഞ് മക്കള് നഷ്ടപ്പെട്ടു എന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും വിധിയെ തടുക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഇനി ജീവിക്കൂ രാജാവെ, അങ്ങ് ജീവിക്കൂ. ജീവിച്ച് സമയമെത്തുമ്പോ മരിക്കൂ. അല്ലാതെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട. ദുഃഖമെല്ലാം ഉപേക്ഷിച്ച് ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കൂ. വ്യാസൻ പറഞ്ഞത് കേട്ടപ്പോ ധൃതരാഷ്ട്രർക്ക് തോന്നി ഇതൊക്കെ ദൈവനിയോഗമാണ്. ധൃതരാഷ്ട്രർ അങ്ങ് സമാധാനിച്ചു. പ്രാണത്യാഗത്തിനുള്ള ആലോചന ഉപേക്ഷിച്ചു. മരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ധൃതരാഷ്ട്രർ അങ്ങ് ഉപേക്ഷിച്ചു. വ്യാസൻ ഉടനെ അവിടുന്ന് പോവുകയും ചെയ്തു. പിന്നെ ഇനി യുദ്ധഭൂമിയിലേക്കുള്ള യാത്രയാണ്. പിന്നീട് സഞ്ജയൻ പറഞ്ഞത് കേട്ട് എല്ലാവരും യുദ്ധം നടന്ന ഭൂമിയിലേക്ക് പോയി. ധൃതരാഷ്ട്രര് മക്കള് നഷ്ടപ്പെട്ട ആ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ട് തേരിൽ കയറി. ഭർത്താവിന്റെ കൂടെ ഭർത്താവിന്റെ വാക്ക് കേട്ട് ഗാന്ധാരി അന്തപുരത്തിൽ പോയിട്ട് കുന്തിയെയും മറ്റുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഗാന്ധാരിയും തേരിൽ കയറി. അവിടെ ഭർത്താക്കന്മാരും മക്കളും മരിച്ച സ്ത്രീകളുടെ കരച്ചിലുകൊണ്ട് ആ സ്ഥലം മുഴുവൻ ദുഃഖത്തിലായി. ഒരുപാട് കോടി ജനങ്ങള് ആ തേരിന്റെ പിന്നാലെ നടന്നു. അവരിൽ പലരുടെയും മക്കള് മരിച്ചു, ഭർത്താവ് മരിച്ചു. ശോകാർത്ഥമായിരുന്നു ആ സമയം എന്ന് പറയുന്നത്. യുദ്ധഭൂമിയിൽ കിടക്കുന്ന ശവശരീരങ്ങൾ കാണാൻ പോവാണ്. കുറച്ച് ചെന്നപ്പോ
കൃപനും കൃതവർമാവും അശ്വത്ഥാമാവും കൂടെ അവരെ കണ്ടുമുട്ടി. അവർ സംഗതികള് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതെല്ലാം രാജാവിനോടും ഗാന്ധാരിയോടും തുല്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പാണ്ഡവന്മാർ നമ്മുടെ സൈന്യങ്ങളെയെല്ലാം അധർമ്മം കൊണ്ടാണ് നശിപ്പിച്ചത്. ഇന്നലെ രാത്രി ഞങ്ങൾ അതിനുള്ള പകരം വീട്ടി അവരോട്. പാണ്ഡവ ശിബിരത്തിൽ ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ കൊന്നു, ശിബിരത്തിന് തീ വെച്ചു. പാണ്ഡവന്മാരിപ്പൊ പക വീട്ടാൻ വരും, അതിനു മുമ്പ് ഞങ്ങൾ പോവാണ്, അനുമതി തരണം എന്ന് പറഞ്ഞു. രാജാവിനെയും ഗാന്ധാരിനെയും ഒക്കെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് 3 പേരും യാത്രയായി. കൃപൻ അസ്തിനപുരിയിലേക്കും കൃതവർമാവ് ദ്വാരകയിലേക്കും അശ്വത്ഥാമാവ് ഗംഗാതീരത്തുള്ള വ്യാസന്റെ ആശ്രമത്തിലേക്കും പോയി. അവിടെ വെച്ചാണ് നമ്മൾ മുമ്പ് കേട്ട പോലെ ഭീമൻ കയറി പിടിച്ചത് ആരെ? അശ്വത്ഥാമാവിനെ. പിന്നീട് അശ്വത്ഥാമാവ് കാട്ടിലേക്കും പോയി. ആയ സമീപഭഞ്ജനം ഇതാണ് അടുത്തത്. ആയസ ഭീമ ഭഞ്ജനം, അതായത് ആയസ ഭീമ അറിയാലോ, ഭഞ്ജനം അതാണ് അടുത്തത്. ധൃതരാഷ്ട്രരും ഗാന്ധാരി എല്ലാരുമായിട്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ നമ്മുടെ ധർമ്മപുത്രനും കൃഷ്ണനും അനുജന്മാരും പാഞ്ചാലിയും എല്ലാരും കൂടെ ഗംഗയുടെ തീരത്തെത്തി. ഇവർക്ക് മനസ്സിലായി ധൃതരാഷ്ട്രം ഗാന്ധാരിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കൗരവ സ്ത്രീകൾ പലരും ധർമ്മപുത്രനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ യുദ്ധത്തിന് കാരണം ധർമ്മപുത്രരാണ്. ഇതാണ് കൗരവ ഭാഗത്തുള്ള കുറെ സ്ത്രീകൾ പറയുന്നത്. അതെല്ലാം കേട്ടപ്പം ധർമ്മപുത്രർക്ക് ഭയങ്കര സങ്കടായി. രാജാവിന്റെ അടുത്തെത്തിയിട്ട് പേര് പറഞ്ഞ് യുധിഷ്ഠിരൻ നമസ്കരിച്ചു. മക്കള് നഷ്ടപ്പെട്ട ധൃതരാഷ്ട്രര് തന്റെ മക്കളുടെ എല്ലാം മരണത്തിന് കാരണക്കാരനായിരിക്കുന്ന യുധിഷ്ഠിരനെ മനസ്സില്ലാ മനസ്സോടെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു ധൃതരാഷ്ട്രര്. പിന്നെ പ്രതികാരം കൊണ്ട് ഇങ്ങനെ വല്ലാത്തൊരു മനസ്ഥിതിയോടുകൂടി ധൃതരാഷ്ട്രർ ചോദിച്ചു, ഭീമൻ എവിടെ ഭീമൻ എന്ന് ചോദിച്ചു. ഭീമൻ അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും രാജാവിന്റെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം മനസ്സിലാക്കിയ കൃഷ്ണൻ നേരെ ഭീമന്റെ അടുത്തെത്തിയിട്ട് ഭീമനെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. മുമ്പ് തന്നെ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഭീമന്റെ പ്രതിമ, കൃഷ്ണൻ നേരത്തെ തന്നെ ഭീമന്റെ ഒരു പ്രതിമ ഇരുമ്പ് കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇരുമ്പിന്റെ പ്രതിമ കൊണ്ടുപോയി ധൃതരാഷ്ട്രരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. രാജാവാകട്ടെ അത് ഭീമനാണെന്ന് കരുതിയിട്ട് അമർത്തി അങ്ങ് കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനത്തിൽ, ആ കെട്ടിപ്പിടിയുടെ ആ ശക്തിയില് ഭീമൻ പൊട്ടി താഴെ വീണു, ആ ഇരുമ്പിന്റെ പ്രതിമ. അപ്പൊ ആ ശക്തി ആലോചിച്ച് നോക്കണം. ധൃതരാഷ്ട്രം അത് ചെയ്യുന്ന കൃഷ്ണൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ നേരത്തെ ഒരു എന്തുകൊണ്ടുവച്ചു? പ്രതിമ കൊണ്ടുവച്ചു ഭീമന്റെ. ധൃതരാഷ്ട്രയുടെ ഉള്ളിലുള്ള ദേഷ്യം കൊണ്ട് ആ പ്രതിമ അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് ഞെരിച്ചു കളഞ്ഞു. പൊട്ടിപ്പോയി ആ പ്രതിമ. അതിന്റെ കഷ്ണങ്ങൾ തട്ടിയിട്ട് രാജാവിന്റെ മുഖവും നെഞ്ചും എല്ലാം ഇങ്ങനെ മുറിഞ്ഞ് രക്തം വരാൻ തുടങ്ങി. ഉടനെ ബോധം പോയി താഴെ വീണു. സഞ്ജയൻ അദ്ദേഹത്തെ താങ്ങിയെടുത്ത്, ഇപ്രകാരം ചെയ്യാൻ പാടില്ലായിരുന്നു രാജാവേ, ഇത്രത്തോളം ഞങ്ങൾ എല്ലാവരും ഉപദേശിച്ചിട്ട് അങ്ങ് എന്തിനാണ് ഇങ്ങനെ ആവുന്നത്? കഷ്ടമായിപ്പോയി രാജാവേ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ബോധം തെളിഞ്ഞപ്പം പറഞ്ഞു, ഭീമാ ഭീമാ എന്നും പറഞ്ഞിട്ട് ധൃതരാഷ്ട്രർ നിലവിളിക്കാൻ തുടങ്ങി. ഭീമ മരിച്ചു എന്നോർത്തിട്ട് പശ്ചാത്തപിക്കുകയാണ് ആര്? ധൃതരാഷ്ട്രർ. അപ്പൊ കൃഷ്ണൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവേ, ദുഃഖിക്കേണ്ടതില്ല. ഇപ്പൊ കൊന്നത് ഭീമനെ അല്ല, അങ്ങ് കോപിഷ്ഠനാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഭീമന്റെ ഒരു ഇരുമ്പ് പ്രതിമ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങ് പൊട്ടിച്ചത് ഭീമന്റെ പ്രതിമയായിരുന്നു. അങ്ങയുടെ കൈയിന്റെ ശക്തി എത്രയുണ്ടെന്ന് എനിക്കിപ്പോ വ്യക്തമായി ധൃതരാഷ്ട്ര മഹാരാജാവേ. മക്കളെ കൊന്നതിലുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങ് ഭീമനെ കൊല്ലാൻ തുനിഞ്ഞതെന്നും എനിക്കറിയാം. രാജാവേ, അങ്ങേക്കിത് ചേർന്നതല്ല. ദുര്യോധനാദികൾ ഇനി മടങ്ങി വരികയുമില്ല. പാണ്ഡവന്മാരിൽ പുത്രബുദ്ധിയോടുകൂടി അവരെ അനുഗ്രഹിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത്. ഭഗവാന്റെ ഈ വാക്ക് കേട്ടപ്പം നാണം കെട്ട് രാജാവ് തല കുനിച്ചു നിന്നു, ശാന്ത മനോഭാവത്തോടെ. കൃഷ്ണൻ എന്ത് ചെയ്ത്?
പിന്നെയും പാണ്ഡവരോടുള്ള ധൃതരാഷ്ട്രരുടെ ദേഷ്യം ഇല്ലാതാക്കാൻ ഒരുപാട് ഉപദേശം കൊടുത്തു ധൃതരാഷ്ട്രർക്ക്. സ്വന്തം കുറ്റം കൊണ്ടും മകന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മനസ്സിലായില്ലേ? പാണ്ഡവന്മാർ അതിനൊരു കുറ്റക്കാരല്ല. ഇത് അങ്ങ് മനസ്സിലാക്കണം എന്ന് ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ധൃതരാഷ്ട്രര് ആ ദേഷ്യമായിട്ടുള്ള ആ മനസ്സെല്ലാം കളഞ്ഞ് പ്രസന്നമായ മനസ്സോടുകൂടി പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചു. പിന്നീട് ധൃതരാഷ്ട്രരുടെ അനുവാദത്തോടുകൂടി പാണ്ഡവന്മാരും ഭഗവാനും കൂടെ ഗാന്ധാരിയെ ചെന്ന് കണ്ടു. ഗാന്ധാരിക്കും ഭയങ്കര ദേഷ്യമായി ഇവരെ കണ്ടപ്പം. അവര് പാണ്ഡവന്മാരെ അങ്ങ് ശപിക്കാൻ തുടങ്ങി. അത് അറിഞ്ഞപ്പോ ജ്ഞാന ദൃഷ്ടി കൊണ്ട് ആരറിഞ്ഞു? വ്യാസൻ അറിഞ്ഞു. ഉടനെ വ്യാസദേവർ അവിടെ വന്നിട്ട് പറഞ്ഞു, അവിടെ എത്തി. ഉടനെ ബാധാരായണൻ ഗാന്ധാരിയോട് പറയാണ്, ദേവി, പാണ്ഡവരോടുള്ള കോപം കളയൂ, ശാപചിന്ത ഉപേക്ഷിക്കൂ. എന്തിനാണ് അങ്ങയുടെ മനസ്സിലൊരു ശാപം? അത് ഉപേക്ഷിക്കൂ. യുദ്ധത്തിന് മുൻപ് ദുര്യോധനൻ ദേവിയുടെ അടുത്ത് വന്ന് വിജയാശംസകൾ ചോദിച്ചപ്പോ ദേവി എന്താ പറഞ്ഞത്? ധർമ്മമുള്ളിടത്തെ ജയം ഉണ്ടാവൂന്ന് പറഞ്ഞോ ഇല്ലേ? ഇപ്പോൾ അതല്ലേ നടന്നിരിക്കുന്നത്? പാണ്ഡവന്മാരുടെ ഭാഗത്തല്ലേ ധർമ്മം. അതുകൊണ്ടല്ലേ ഇവിടെ ജയം നടന്നിരിക്കുന്നത്. ദുര്യോധനൻ അനുഗ്രഹം വാങ്ങാൻ വന്നപ്പം അതല്ലേ ദേവി പറഞ്ഞ് അനുഗ്രഹിച്ചത്. ഇത് കൗരവന്മാരല്ല, ഇത് പാണ്ഡവന്മാരാണ്. അവരെ ശപിക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ വാക്കുകളാണ് ഇവിടെ സത്യമായിരിക്കുന്നത്. അധർമ്മം നശിച്ചു, ധർമ്മം നിലകൊണ്ടു. പാണ്ഡവന്മാരെ പുത്രബുദ്ധിയാ സ്നേഹിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. മക്കളെ പോലെ പാണ്ഡവന്മാരെ സ്നേഹിക്കൂ. അവരെ കൊണ്ട് ഭവതിക്ക് അനുഗ്രഹം മാത്രമേ ഉണ്ടാവൂ. ഇത്രയും പറഞ്ഞിട്ട് വ്യാസൻ പോയപ്പോ ഗാന്ധാരിയുടെ മനസ്സൊന്ന് സ്വസ്ഥമായി. ഗാന്ധാരി പറഞ്ഞു, ഭഗവാനെ, ഞാൻ അസൂയപ്പെടുന്നില്ല. മക്കളെല്ലാം മരിച്ചുപോയ ഒരു അമ്മയുടെ മനസ്സ്, അത് ശാപവും ദേഷ്യവും ഉണ്ടാവാന്ന് പറയുന്നത് സ്വാഭാവികല്ലേ? മക്കളില്ലാത്തതിന്റെ ദുഃഖം, പാണ്ഡവന്മാരുടെ ധർമ്മം, ഇതെല്ലാം ഞാൻ മറന്നുപോയി ഒരു നിമിഷം. ഇപ്പൊ എന്റെ ഹൃദയം സ്വസ്ഥമാണ്. ദുര്യോധനന്റെ കുറ്റം കൊണ്ടും ശകുനിയുടെ തെറ്റുകൊണ്ടും കർണന്റെയും ദുശാസനന്റെയും അനീതി കൊണ്ടൊക്കെയാണ് കുരുവംശം നശിച്ചത്. അതെനിക്കറിയാം. യുധിഷ്ഠിരനെന്നോ മറ്റുള്ളവർക്കോ അതിലൊരു പങ്കുമില്ല. ധർമ്മം എവിടെയും ജയിക്കും. എങ്കിലും ഭീമൻ ഗദ കൊണ്ട് എന്റെ മകന്റെ ധർമ്മത്തിന് വിപരീതമായി എന്റെ മകന്റെ തുടക്കടിച്ചു കൊന്നില്ലേ? എന്നിട്ട് അവന്റെ തലയിൽ ചവിട്ടിയില്ലേ ഭഗവാനെ? അതൊരമ്മയായ ഞാൻ എങ്ങനെ സഹിക്കും ഭഗവാനെ? പേടിച്ചിട്ടല്ലേ ഭീമൻ മുന്നോട്ട് വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ ഭീമൻ വന്ന് ദേവിയോട് മാപ്പ് ചോദിച്ചു. അമ്മേ, യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണമ്മേ ഞാനത് ചെയ്തത്. അവിടെ ധർമാധർമ്മ ചിന്ത എന്നെ വിട്ടുപോയമ്മേ. ഞാൻ ആത്മരക്ഷ നേടിയില്ലെങ്കിൽ ദുര്യോധനൻ എന്നെ കൊല്ലും അമ്മേ. പിന്നെ ചെയ്തതെല്ലാം വെറുതെ ആവും അമ്മേ. ദുര്യോധനൻ ഞങ്ങളോട് ചെയ്തിട്ടുള്ള അധർമ്മ കൃത്യങ്ങളെയെല്ലാം ഓർത്ത് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണമ്മേ. അതിനമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത സത്യവും എനിക്ക് നിറവേറ്റണമായിരുന്നു അമ്മേ. ആ വഴിക്കല്ലാതെ ദുര്യോധനനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല അമ്മേ. ഇത് കേട്ടപ്പം സംതൃപ്തയായി ഗാന്ധാരി. എന്നിട്ട് ഭീമനോട് ചോദിച്ചു, ശരി ഭീമ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. യുദ്ധക്കളത്തിൽ വെച്ച് ദുശാസനന്റെ രക്തം നീ കുടിച്ചത് എന്തിനാണ്? സത്തുക്കൾ ഗർഹിക്കുന്ന ഘോര പ്രവൃത്തി അത് ഭീമൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഭീമ. അപ്പൊ ഭീമൻ പറഞ്ഞു, അമ്മേ, ശരിയാണ്, അന്യന്റെ ചോര കുടിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സഹോദരന്റെ. എന്നാ ചൂതുകളി നടക്കുന്ന സമയത്ത് ദ്രൗപദിയെ മുടിയിൽ പിടിച്ച് വലിച്ച് സഭയിൽ കൊണ്ടുവന്നപ്പോ ഞാൻ ചെയ്ത പ്രതിജ്ഞ എനിക്ക് പാലിക്കണമായിരുന്നു അമ്മേ. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തത്. പക്ഷെ ആ രക്തം എന്റെ ചുണ്ടും പല്ലും വിട്ട് താഴേക്ക് ഇറങ്ങിയില്ല അമ്മേ. അത് യമദേവൻ അറിയാം. അമ്മ എനിക്ക് മാപ്പ് തരൂ. ഭവതിയുടെ മക്കളുടെ അടക്കമില്ലായ്മയാണമ്മേ ഇതിന് കാരണം. അത് കേട്ടപ്പോ നമ്മുടെ ഗാന്ധാരി പറയാണ്, ഭീമ, എല്ലാം ശരി തന്നെ.
എന്നാൽ കുറ്റം കുറഞ്ഞ ഒരാളെയെങ്കിലും 100 പേരിൽ അവശേഷിപ്പിക്കാമായിരുന്നില്ലേ ഭീമ? വൃദ്ധരായ ഞങ്ങൾക്കൊരു ഊന്നുവടിയായി ഒരു മകനെയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമാധാനിക്കായിരുന്നില്ലേ ഭീമ? എന്തേ ഭീമ നീ അത് ചെയ്യാത്തത്? ഇത് കേട്ടപ്പം അതിനുള്ള ഉത്തരമായിട്ട് ഭീമൻ പറയാണ്, എനിക്കൊന്നും പറയാനില്ല അമ്മേ. പിന്നെ അത് കേട്ടപ്പോ നമ്മുടെ ധർമ്മപുത്രൻ ഗാന്ധാരിയുടെ മുമ്പിൽ പോയിട്ട് വിനയത്തോടുകൂടി ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചു. ദേവിയുടെ മുമ്പിൽ നമസ്കരിച്ചെഴുന്നേറ്റപ്പം ധർമ്മപുത്രന്റെ വിരലിന്റെ അറ്റത്ത് ഗാന്ധാരിയുടെ കണ്ണുനീര് വീണു. ദേഷ്യം കൊണ്ട് കാൽവിരലുകളിലെ നഖങ്ങൾ വെന്തു പോയതായിട്ട് കണ്ടിരുന്നു. ഗാന്ധാരിയുടെ കാലിന്റെ വിരലുകളെല്ലാം വെന്തു പോയിട്ടുണ്ടായിരുന്നു. നല്ല നഖങ്ങൾ ഉണ്ടായിരുന്ന രാജാവ് കുനഖിയായി തീർന്നിരിക്കുന്നു, അതായത് കെട്ടുപോയ നഖങ്ങൾ. പിന്നീട് ദേഷ്യം വിട്ടിട്ട് അമ്മ എന്നതുപോലെ ഗാന്ധാരി അവരെ അങ്ങ് സമാധാനിപ്പിച്ചു. അങ്ങനെ അടുത്തത് അവര് പോയത് കുന്തിദേവിയുടെ അടുത്തേക്കാണ്. കുന്തിദേവി 5 പേരെയും കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു. ഗാന്ധാരിയും കുന്തിയും കൂടി നിലത്ത് വീണ് കരയുന്ന ദ്രൗപദിയുടെ അടുത്ത് ചെന്നിട്ട് അവളെയും ഒരു തരത്തിൽ സമാധാനിപ്പിച്ചു. 100 മക്കൾ മരിച്ച ഗാന്ധാരിക്ക് 5 മക്കൾ മരിച്ച ദ്രൗപദിയെ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമായിരുന്നു. കുരുകുലത്തിന് നേരിട്ട അപക്ഷയത്തിൽ എല്ലാവരും ദുഃഖിച്ചു. പിന്നീട് ധൃതരാഷ്ട്രനെയും വസുദേവനെയും മുൻനിർത്തിക്കൊണ്ട് വ്യാസദേവന്റെ അനുവാദത്തോടെ എല്ലാവരും യുദ്ധഭൂമി കാണാൻ വേണ്ടി പുറപ്പെട്ടു. കൃഷ്ണദ്വൈപായനന്റെ അനുഗ്രഹം കൊണ്ട് ഗാന്ധാരിക്ക് ദിവ്യനേത്രബലം, അതായത് കണ്ണു കെട്ടിയിരിക്കുകയാണല്ലോ, ആ ദിവ്യനേത്രഫലം കിട്ടി. അതുകൊണ്ട് അരികെ നിന്ന് കാണും പോലെ വീരന്മാരെല്ലാം മരിച്ചു കിടക്കുന്ന ആ പോർക്കളം കണ്ട് ഇവരങ്ങ് അത്ഭുതപ്പെട്ടുപോയി. പിന്നീട് മറ്റു സ്ത്രീകളെ എല്ലാരെയും കൂട്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തി. അവിടെ മരിച്ചു കിടക്കുന്ന ഭർത്താക്കന്മാരെയും മക്കളെയും ഭ്രാതാക്കളെയും പിതാക്കളെയും കണ്ട് ദുഃഖം സഹിക്കാതെ എല്ലാവരും വാവിട്ട് കരയാൻ തുടങ്ങി. ചില വ്യക്തികളുടെ തലയിരിക്കുന്നിടത്ത് ഉടലുണ്ടാവില്ല, ഉടലുണ്ടാവുന്നിടത്ത് കാലുണ്ടാവില്ല, കൈയുണ്ടാവില്ല. ദുഃഖം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഗാന്ധാരി കൃഷ്ണനെ വിളിച്ച് ദയനീയമായി കരയാൻ തുടങ്ങി. മറ്റു സ്ത്രീകളുടെ ദുഃഖം ഗാന്ധാരിയുടെ ദുഃഖത്തെ അങ്ങ് വല്ലാതെ വളർത്തിക്കളഞ്ഞു, കൂട്ടി. മറ്റു സ്ത്രീകൾ കരയുന്ന കണ്ടപ്പോ ഗാന്ധാരിക്ക് സഹിക്കാൻ പറ്റില്ല. കയ്യും മുറിഞ്ഞ് കാലും മുറിഞ്ഞ് തലയും മുറിഞ്ഞ് ചോരയിൽ പുരണ്ട് കിടക്കുന്ന ഓരോരുത്തരുടെ ശരീരം കാണുമ്പോഴും ഗാന്ധാരി കൃഷ്ണനോട് ഇങ്ങനെ ആവലാതി പറയാൻ തുടങ്ങി. പലരെയും കണ്ട് ദുര്യോധനന്റെ അടുത്തെത്തിയപ്പോഴാണ് ഗാന്ധാരിയുടെ ആ ഒരു സങ്കടം അങ്ങോട്ട് കരകവിഞ്ഞൊഴുകി. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട മകൻ അടുത്ത് വന്ന് ആ മകന് വിജയാശംസകളൊക്കെ നൽകണമെന്ന് അപേക്ഷിച്ചതും ധർമ്മമുള്ളിടത്തെ വിജയം ഉണ്ടാവുമെന്ന് പറഞ്ഞതും എല്ലാം ഗാന്ധാരി ആലോചിച്ച് കരയാൻ തുടങ്ങി. ദുര്യോധനന് അന്നുണ്ടായിരുന്ന പല ഗുണങ്ങളെയും ദോഷങ്ങളെയും എല്ലാം എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ഗാന്ധാരി പറയാൻ തുടങ്ങി. ബിന്ദുമ്മേ, ഇതെല്ലാം കൂടി ഇപ്പൊ തന്നെ താഴെ വീണേനെ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക അവിടെ. പിന്നീട് ദുശാസനൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഗാന്ധാരിക്ക് സഹിക്കാൻ പറ്റിയില്ല. പാഞ്ചാലിയോട് അവൻ കാണിച്ച അപമാനത്തിന്റെ ഫലമായിട്ടാണ് ഭീമസേനൻ അവനെ കൊന്നു ചോര കുടിച്ചത്. പതിവ്രതകളോട് കാണിക്കുന്ന മര്യാദകേടിന്റെ ഫലം അത് അനുഭവിക്കാതെ പോവില്ല. അന്ന് തന്നെ അവനെ താൻ ഉപദേശിച്ചതാണ്. ഗാന്ധാരി പറഞ്ഞു, ദുശാസനന് ഞാൻ അന്നേ ഉപദേശിച്ചതാണ്. അത് കേൾക്കാതെ ചേട്ടനും അനിയനും കൂടെ പാണ്ഡവന്മാരുടെ ദേഷ്യത്തെ അങ്ങ് കൂട്ടി വളർത്തി ഇപ്പൊ കണ്ടില്ലേ ഈ നിലയിൽ കിടക്കുന്നത്. ഇതെല്ലാം സഹിക്കേണ്ട ഗതികേട് എനിക്ക് തന്നെ വന്നല്ലോ കൃഷ്ണ എന്നും പറഞ്ഞ് ഗാന്ധാരി നിലവിളിക്കാൻ തുടങ്ങി. പിന്നെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അഭിമന്യുവിന്റെ അടുത്തെത്തി. സ്വന്തം ഭാഗിനേയനും തികഞ്ഞ വില്ലാളിയും സുന്ദരനുമായിരിക്കുന്ന ഈ കുട്ടിയെയെങ്കിലും നിനക്ക് രക്ഷിച്ചൂടായിരുന്നോ കൃഷ്ണ? നിന്റെ ഹൃദയം ഇത്ര കഠിനമായി പോയോ കൃഷ്ണ? ഇപ്പോൾ അഭിമന്യു സ്വർഗത്തിൽ അപര സ്ത്രീകളുടെ ഹൃദയം കവർന്ന് ലസിക്കുന്നുണ്ടാവും. എന്നാൽ എത്ര സ്ത്രീകളാണ് ഇവിടെ ദുഃഖിച്ചിരിക്കുന്നത്.
ഉത്തരയെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? കൃഷ്ണ, നിനക്ക് വേണമെങ്കിൽ ഈ അത്യാഹിതമെല്ലാം തടയായിരുന്നില്ലേ കൃഷ്ണ? കൊല്ലുന്നതും കൊല്ലിക്കുന്നതും നിനക്കൊരു രസമാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെല്ലാം പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് 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 ഗാന്ധാരി ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. യുദ്ധക്കളം മുഴുവൻ ചുറ്റിക്കണ്ടപ്പോ കർണൻ, ശല്യൻ, ദ്രോണർ, ശകുനി, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ, ഇവരെയെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ മറ്റു സ്ത്രീകളുടെ ആർത്തട്ടഹസിച്ച കരച്ചിലെല്ലാം കണ്ട് യുദ്ധഭൂമി ഒരു നരകഭൂമിയായി കിടക്കുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റാത്ത ഗാന്ധാരി കൃഷ്ണനെ അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, കൃഷ്ണ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല കൃഷ്ണ. ദേവന്മാരെ പോലും വെല്ലുവാൻ കഴിവുള്ള നരഭർഷന്മാരാണ് മരിച്ചു കിടക്കുന്നത് കൃഷ്ണ. കാലവിപര്യം നോക്ക് കൃഷ്ണ. വാസുദേവ, നിന്റെ ദൗത്യം ഫലിക്കാതെ നീ മടങ്ങിയപ്പോൾ എന്റെ മക്കളുടെ കഥ കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണ. എങ്കിലും നീ വിചാരിച്ച എന്റെ മക്കളുടെ മനസ്സൊന്നും മാറ്റി യുദ്ധമില്ലാതെ രക്ഷിച്ചൂടായിരുന്നോ കൃഷ്ണ? പക്ഷേ പാണ്ഡവ പക്ഷപാതിയായ നിനക്കത് തോന്നിയില്ല കൃഷ്ണ. അതുകൊണ്ട് തമ്മിൽ തല്ലി കലഹിച്ച് പാണ്ഡവന്മാരും നശിച്ചു, കൗരവന്മാരും നശിച്ചു. കുരുക്ഷയം കണ്ട് ഉപേക്ഷ കാണിച്ചത് നിന്റെ പക്ഷപാത ബുദ്ധി കൊണ്ടാണ് കൃഷ്ണ. അതുകൊണ്ട് നീയും ഇതിന്റെ ഫലം അനുഭവിക്കണം. ഇന്നേക്ക് 36 വർഷം തികയുമ്പോ നിന്റെ വംശവും ഇതുപോലെ തമ്മിൽ തല്ലി നശിക്കട്ടെ. ജ്ഞാതികളെ പുത്രന്മാരെല്ലാം നശിച്ച് നീയും കാട്ടിൽ പോയി അനർഹമായ വിധത്തിൽ നീയും മരിക്കും കൃഷ്ണ. നിങ്ങളുടെ സ്ത്രീകളുടെ ഈ ഭാരത സ്ത്രീകളെ പോലെ കിടന്ന് നിങ്ങളുടെ സ്ത്രീകളും ദുഃഖിച്ച് ദുഃഖിച്ച് ഇല്ലാതായിത്തീരും. ഇങ്ങനെ ഗാന്ധാരി കൃഷ്ണനെ അങ്ങ് ശപിച്ചു. പതിവ്രതയും തപസ്വിനിയുമായിരിക്കുന്ന ഗാന്ധാരിയുടെ ശാപം ഫലിക്കാതിരിക്കൂല എന്ന് കൃഷ്ണൻ അറിയാം. കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ഈ ശാപം എനിക്കിഷ്ടപ്പെട്ടത് തന്നെയാണ് അമ്മേ. വൃഷ്ണി വംശം മുടിക്കുന്നതിന് ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല അമ്മേ. അത് ഞാൻ ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെയാണ്. യാദവന്മാർ അവസാനം തമ്മിൽ തല്ലി മരിക്കുക തന്നെ ചെയ്യും അമ്മേ. ഞാൻ വനത്തിൽ പോയി ദേഹം ത്യജിക്കും. കൃഷ്ണന്റെ വാക്ക് കേട്ട് പാണ്ഡവന്മാര് പേടിച്ചു. അവർ വിഷമത്തോട് ജീവിതത്തിലുള്ള ആശയെ ഒഴിവാക്കി വിഷമം കൊണ്ട്. പിന്നെ ഭഗവാൻ അല്പം ഗൗരവത്തില് ഗാന്ധാരിയോട് പറഞ്ഞു, അമ്മേ, വാസ്തവത്തിൽ ഇതിനെല്ലാം കാരണം അമ്മ തന്നെയല്ലേ? ദുര്യോധനന്റെ സ്വഭാവവും പ്രവൃത്തികളും അറിഞ്ഞിട്ട് അയാളെ തടഞ്ഞു നിർത്താതെ ഇഷ്ടം പോലെ വിട്ടത് ഈ അനുഭവങ്ങൾക്കെല്ലാം കാരണമല്ലേ അമ്മേ? അങ്ങനെയല്ലാതെ കുറ്റമെല്ലാം എന്റെ തലയിൽ ചുമത്തി എന്നെ ശപിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഏതായാലും ആ കുറ്റമെല്ലാം എന്റെ തലയിൽ ഇരിക്കട്ടെ. ഇനി മരിച്ചവർക്കെല്ലാം ശേഷക്രിയ ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ധൃതരാഷ്ട്രര് ഭഗവാന്റെ വാക്ക് കേട്ടപ്പം ധർമ്മപുത്രരെ വിളിച്ചിട്ട് പറഞ്ഞു, എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടെന്നും എത്ര ആളുകൾ അനാഥരായിട്ടുണ്ടെന്നും മരിച്ചവരുടെ ഗതി എന്താണ്, ഇതൊക്കെ ചോദിച്ചു. ധർമ്മപുത്രർ അതിന് കൃത്യമായ കണക്കുകൾ കൊടുത്തു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എങ്ങനെയാണ് അതീന്ദ്രിയങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിഞ്ഞത് ധർമ്മപുത്രർക്ക്? കാട്ടിൽ കൂടി നടക്കുന്ന കാലത്ത് ലോമശൻ എന്ന ബ്രഹ്മ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ദിവ്യദൃഷ്ടി കിട്ടിയിട്ടുണ്ടെന്നും ആ ദിവ്യദൃഷ്ടി നോക്കിക്കണ്ടാണ് ഞാൻ എല്ലാ കണക്കുകളും പറയുന്നതെന്നും ധർമ്മപുത്രര് പറഞ്ഞു. അങ്ങനെ ധൃതരാഷ്ട്രർ പറഞ്ഞതനുസരിച്ച് ധർമ്മപുത്രര്, വിതുരര്, സഞ്ജയര് എല്ലാവരും വന്ന് പിതൃക്രിയകളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഉടനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് നെയ്യ്, ചന്ദനം, അകില്, പട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ചിതയൊക്കെ തയ്യാറാക്കി. വേണ്ട രീതിയിൽ എല്ലാ മൃതദേഹങ്ങളും സംസ്കരിച്ചു. പിന്നീട് തിലാഞ്ജലിയും ഉദകക്രിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ കുന്തി ദേവി കർണൻ പാണ്ഡവരുടെ ജ്യേഷ്ഠ ഭ്രാതാവാണെന്ന രഹസ്യം പറഞ്ഞു. കുന്തി ദേവി പറഞ്ഞു, കർണൻ എന്ന് പറയുന്നത് പാണ്ഡവരുടെ ജ്യേഷ്ഠ ഭ്രാതാവാണ്, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് കേട്ട് ധർമ്മപുത്രർ ഒരുപാട് വിഷമിച്ചങ്ങ് കരഞ്ഞു.
ധർമ്മപുത്രന്റെ ആ ഒരു അവസ്ഥ കണ്ട് എല്ലാ സ്ത്രീകളും കരഞ്ഞു. അവസാനം കർണന്റെ ഭാര്യമാരോടുകൂടി ധർമ്മപുത്രർ കർണന്റെ ശേഷക്രിയകൾ, ഉദകക്രിയകളെല്ലാം ചെയ്തു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഗംഗാനദിയിൽ പോയി കുളിച്ച് ഗംഗാതീരത്ത് തന്നെ ഒരു കൂടാരമൊക്കെ കെട്ടി അവരാ കൂടാരത്തിൽ അങ്ങ് താമസിച്ചു. ഇങ്ങനെ ശ്രീ മഹാഭാരതത്തിലെ സ്ത്രീ പർവവും കഴിഞ്ഞു. ഇനി ശാന്തി പർവം. അത് കുറച്ചധികം ഉണ്ട്. ഒരു ക്ലാസ് കൊണ്ട് എടുത്ത് തീരൂല. 2 ക്ലാസ്സും മതിയാവൂല, 3 ക്ലാസ്സും മതിയാവില്ല, 4 ക്ലാസ്സും മതിയാവില്ല, 5 ക്ലാസ്സും മതിയാവില്ല. അതങ്ങ് പോവും കുറച്ചധികം. ശാന്തി പർവം ഒരുപാടുണ്ട്. എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ടോ? പറയൂ. ആർക്കൊരു ഒച്ചപ്പാടില്ലല്ലോ. അതെ, മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യാം. എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്, ഈ നിങ്ങളുടെ ഗ്രൂപ്പുള്ള നമ്പറിലേക്ക് ആരും വിളിക്കരുത്. മഞ്ജരീസിന്റെ നമ്പറിലേക്ക് മാത്രം വിളിക്കുക, അതിലേക്ക് മാത്രം മെസ്സേജ്. ഈ നമ്പറിലേക്ക് ദയവായി വിളിക്കരുത്. വിളിച്ചതുകൊണ്ടാണ് ക്ലാസ് ഇടയ്ക്ക് കട്ടായി പോയത്. ഇഷ്ടപ്പെട്ടു? ഓക്കെ, അത് മതി. എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും മഞ്ജരീസിലേക്ക് ഇട്ട് വെക്കുക. ഇതിലേക്ക് മെസ്സേജുകൾ അയക്കാതിരിക്കുക. ഇതെന്റെ ചാനലിന്റെ നമ്പറാണ്. എൻ്റെ വർക്കിനെ അത് ബാധിക്കുന്നു. ഒരുപാട് സീൻ പേപ്പറും മറ്റുമൊക്കെ അയച്ചു കിട്ടുന്നത് എനിക്ക് ഈ വാട്സപ്പിലേക്കാണ്. എൻ്റെ ഡബ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ഓഡിയോ ബുക്സ് അത് ഇതെല്ലാം വരുന്ന ഇതിലേക്കാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പുള്ള നമ്പറിലേക്ക് അയക്കരുത്. മഞ്ജരീസിന്റെ നമ്പർ മാത്രം ഉപയോഗിക്കുക. 9342494941. ഈ നമ്പർ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ വേറെ നമ്പർ യൂസ് ചെയ്യരുത് മഞ്ജരീസിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരീക്ഷൻ കി ജയ്. നാളത്തെ ക്ലാസ്സിൽ കാണാം.